മാക്ക് അതിൻ്റെ എക്സ്ട്രാ ഓർഡിനറി സാധനം. സൗണ്ട് ലോ ആണെന്നോ? ലൂപ്പൊന്നുമില്ല ഗൈസ്, ഇന്നത്തോട് കൂടി ഇത് തീർക്കും. പിന്നെ പിന്നെ നാളെ എന്തെങ്കിലും ഒരു അപരാധം കൊണ്ട് വരുമല്ലോ, അപ്പം നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നാളെ പറ്റുമെങ്കിൽ അത് നാളെയും കൂടി ഒന്ന് നമുക്ക് നോക്കാം. ഏത് അത് കഴിഞ്ഞാൽ നമുക്ക് നിർത്താം, പിന്നെ ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. MRG വേഴ്സസ് MRG അല്ല ബ്രോ, MRG വേഴ്സസ് MRG ഇല്ല ആക്ച്വലി. MRGന്ന് പോയ ആൾക്കാരും അങ്ങനെ നിലവിലുള്ള ആൾക്കാരൊക്കെ ആയിട്ടുള്ള പ്രശ്നമാണ്, അല്ലാതെ MRG വേഴ്സസ് MRG അല്ല. MRGന്ന് പോയ ആൾക്കാർ പിന്നെ MRG ആവില്ല. മാക്കേ പേടിക്കേണ്ട ആവശ്യമില്ല ഷെയ്ക്കേ. എടാ എനിക്കൊരു കാര്യം ഞാൻ പറയട്ടെ, ഈ ഗ്യാങ്ങിൻ്റെ അകത്ത് ഗ്യാങ്ങിൻ്റെ നല്ലതിനും വേണ്ടി എനിക്കിഷ്ടമുള്ള പോലെ എന്തും വേണമെങ്കിൽ ചെയ്തോ എന്നുള്ളതിൻ്റെ പെർമിഷൻ എനിക്ക് നിയാദ് തന്നാണ്. അത് മതി എനിക്ക്, മനസ്സിലായ? കാരണം ഇത് തൊപ്പിക്കാരൻസ് MRG ആണ്, ഇതിൻ്റെ ഫൗണ്ടർ മാക്കാണ്. മാക്ക് എഫേർട്ട് ഇട്ട് മാക്ക് തുടങ്ങിയ ഗ്യാങ്ങാ അത്. ഈ പറയുന്ന RPക്ക് ഈ പറയുന്ന പിന്നെ എന്തിനാണ് ബ്രോ എൻ്റെ ബാക്കിൽ നടന്ന് എന്നോട് അത് തരുമോ ഇത് തരുമോ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഇതാക്ക് MRGയിൽ ഉയർത്തിക്കൊണ്ടിരുന്ന എന്നോട് വർത്താനം പറഞ്ഞത്? അത് MRG ആക്കട്ടെ എന്ന് മാക്ക് നിയാദിനോട് ചോദിച്ച് നിയാദ് സമ്മതം കൊടുത്തതിന് ശേഷമാണ് ഇവിടെ ഒരു ഗ്യാങ് തുടങ്ങുന്നത് പോലും. അന്നൊക്കെ ഇതിൻ്റെ ലീഡർ തൊപ്പിയാണ്, ഇന്നും ഇതിൻ്റെ തലപ്പത്തും തൊപ്പിയാണ്, മനസ്സിലായോ? ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു ഫൈനൽ വേർഡ് ഉണ്ടെന്നുണ്ടെങ്കിലും അതും തൊപ്പിയാണ്. അങ്ങനെ എല്ലാം അങ്ങോട്ടേക്ക് വെച്ചുകൊടുത്താൽ മതി. അതാകുമ്പോൾ പിന്നെ ഹെയ്റ്റും കിട്ടൂല, ഒന്നും കിട്ടൂല. എല്ലാ സാധനങ്ങളും എടുത്ത് അങ്ങ് തൊപ്പി എന്ന് പറഞ്ഞ ഒരാളെ തലയിൽ അങ്ങ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നടക്കൂല, മനസ്സിലാ? എല്ലാ സാധനങ്ങളും എടുത്ത് അങ്ങ് മൂപ്പര തലയിൽ അങ്ങ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും പറയൂലല്ലോ. നല്ല പരിപാടിയാണ് അത്, നല്ല ബുദ്ധിയ. ഇതില് ഇനി ഏതൊക്കെയാണെന്നുണ്ടെങ്കിലും ആരൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവിടെ എല്ലാവർക്കും വാച്ചിങ് കിട്ടിക്കണമെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒരു സ്ട്രീമേഴ്സ് ഗ്യാങ്ങിന് ഇത്രയും ഇത്രയും ഹൈപ്പും ഇത്ര ഒരു ബൂസ്റ്റും അതേപോലെ നമുക്ക് ഇത്ര ഒരു സ്റ്റെബിലിറ്റി ഒക്കെ, അതേപോലെ നമ്മളെ MRGയിലുള്ള എല്ലാ പുതിയ വന്ന മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഇതിലെ OG ആയാണ്ട് നിൽക്കണ സ്റ്റാർട്ടിങ് തൊട്ടേ നിൽക്കണ MRGയിലെ ഏതൊക്കെ മെമ്പേഴ്സ് ആയിക്കോട്ടെ, അവരൊക്കെ 10 ആളെ അറിഞ്ഞിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഒരൊറ്റ കാരണം അത് നിയാദ് മാത്രമാണ്. തൊപ്പി ഒരാളില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ പറയുന്ന ഒരാൾക്കും ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് അതിൽ വളരെ വ്യക്തമാണ്, മനസ്സിലായ? ഇത് തൊപ്പിക്കാരൻ്റെ MRG ആണ്. അത് ഞാൻ റീസെൻ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇട്ടതിൽ തന്നെ ഞാൻ വ്യക്തമായിട്ട് ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ആ ഒരു സാധനം കൊടുത്തത്. ദിസ് ഈസ് കംപ്ലീറ്റ്ലി തൊപ്പി MRG. എല്ലാം ഇതെന്താ അറിയോ, ഇതൊരു 10 പ്രാവശ്യം തൊപ്പി 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 എന്ന് പറയുമ്പോൾ എല്ലാരും അങ്ങോട്ടേക്ക് അങ്ങ് പോയിക്കോളും. ഓനോടുള്ള ഇഷ്ടം കൊണ്ട് ഈ പറഞ്ഞ ഇവർ ചെയ്യുന്ന എല്ലാ തന്തയില്ലായ്മയും അങ്ങ് മറക്കും. ഞാനൊരു കാര്യം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുതരാം, വെയിറ്റ് ചെയ്യും. ഞാൻ ക്ലിപ്പ് കൊണ്ടുവന്നിടാൻ പറഞ്ഞിനോ, കൊണ്ടുവന്നിട്ടോന്ന് അറിയില്ല. ഓ ഉണ്ടല്ലോ, ശരിയായ പിള്ളേരാണ്. മീറ്റാക്ക് എടാ, ഇതൊന്നും വേണ്ട, മനസ്സിലായ? ഇത് ഇങ്ങനത്തെ ഒന്നും വേണ്ട, നമുക്ക് ഇങ്ങനത്തേനോടൊന്നും താല്പര്യമില്ല. വെയിറ്റ് ചെയ്യും, അത് നമ്മടുത്തുണ്ട്. അത് നമുക്ക് അത് നാളെ വരട്ടെ. നാളെ എന്തൊക്കെയാ വരുന്നു പറഞ്ഞു, അപ്പൊ അത് നാളെ വരട്ടെ. അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള ആര് വെട്ടതാണ് തോന്നുന്നത്. എന്താടാ പുണ്ണെ? ഷമീർ വാച്ചിങ് എന്നാ എന്തിന്? മറ്റേ ആദിവേലു ഇത് കാണുന്നവരെ കാണുകയാണ് ഇരുന്നിട്ട്. നിനക്ക് എന്റെ അടുത്ത് ഇവിടെ വെക്കാൻ പറ്റുമോ? പിന്നെന്താ നിനക്ക് എന്നെ ഇന്നലെ കുറ്റവും പറഞ്ഞിട്ട് നീ എന്റെ ക്ലിപ്പ് കൊടുത്ത് ഇടുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് നിന്നെ കണ്ടാല് അത് കൊള്ളാലോ. എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പോലും ഷമീറിനെ കിട്ടിയ അത്ര സപ്പോർട്ടോ അല്ലെങ്കിൽ ഷമീറിനെ നിയാദ് ഇട്ട അത്ര എഫേർട്ട് പോലും ഇതിലുള്ള ഗ്യാങ്ങിലുള്ള ഒരാൾക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടിട്ടില്ല. നിയാദ് ഷമീറിന് എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. കാരണം ഓൻ ലൈവ് തുടങ്ങി ഓൻ്റെ വാച്ചിങ്ങിനെ നേരെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് അങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് കണ്ടാണ് ഷമീർ അടക്കം വാച്ചിങ് ഉണ്ടാക്കിയത്. അപ്പോൾ വാച്ചിങ്ങിൻ്റെ കേസൊന്നും ഇവിടെ ആരും പറയണ്ട. ഈവൻ ഞാൻ എൻ്റെ സ്ട്രീമിൽ ഇത്ര കാലമായിട്ട് ഞാൻ ഒരാളെയും കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടില്ല. എനിക്ക് ഈ പറയണ ഓന് എത്ര വാച്ചിങ് ഉണ്ട്, എനിക്ക് ഓനിലേറെ കൂടുതൽ വാച്ചിങ് ഉണ്ട്. ഞാൻ ഇപ്പം ഇന്നലെയും കൂടി ഞാൻ പറഞ്ഞത് റാംബോക്ക് ഇപ്പം
റാംബോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാംബോ ഈ ഗ്യാങ്ങിൻ്റെ ലീഡറാണ്. പക്ഷേ എനിക്ക് കൂടുതൽ റാംബോനെക്കാട്ടിലും വാച്ചിങ് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കണം. എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെ സ്ട്രീമിംഗ് ക്വാളിറ്റി അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഫാക്ടർ. ഞാനിപ്പോൾ മാക്കിനോട് പോലും ഞാൻ മാക്കിൻ്റെ അടുത്ത് പറയാറുണ്ട്, മാക്കെ നിന്റെ ഈ പറയണ പോലെ എന്റെ ഇരിക്കുന്ന പൊസിഷൻ, പൊന്നെ മോനെ നീ അതേമാതിരി ഇരിക്കുന്ന കളിക്കല്ലേ ഫ്രെയിം, നിന്റെ. ഇതൊക്കെ മാറ്ററാണ്. ഓഡിയൻസിന് ഞാൻ ബോറാവുന്ന നാളെ രീതിയിൽ ഇതായിക്കോളാം, മാക്ക് എല്ലാം പല ഞാൻ പ്രാവശ്യം നാളെ ചെയ്തൊരു പറഞ്ഞോളാം. മിസ്റ്റേക്കാണ് മനസ്സിലാ, ഇങ്ങനെ ഇരുന്ന് കുറേ ഇന്ന് നേരം ഞാൻ നിന്ന് പറഞ്ഞു തീർത്ത് അന്തപ്പെട്ടിരിക്കും. കഴിച്ചു, ആ ഒരു ഇന്ന് ഞാൻ സാധനം പറഞ്ഞു തീർക്കണം. ചെയ്യരുത്. നീ ചെയ്യുമ്പോൾ ഓഡിയൻസിന് പോസ്റ്റ് ആവാത്ത രീതിയിൽ അവർക്ക് എപ്പോഴും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള രൂപത്തിൽ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ മാക്കിന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതേപോലത്തെ ഓരോ സംഭവം അതിപ്പോൾ റാംബോ പിന്നെ പ്രത്യേകിച്ച് കൺസിസ്റ്റൻ്റ് അല്ല. കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ഒരാൾക്ക് എന്തായാലും വാച്ചിങ്ങിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. എടാ അതൊക്കെ ഇതൊക്കെ ബേസിക് ഇവൻ ആയിട്ടുള്ള ഇവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടാ കോൾ ചെയ്തിട്ട്, അതായത് ഞാൻ ഇതായ സമയത്ത് ഇവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഷമീറ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അതായത് ഞാൻ എൻ്റെ കൂടെയുള്ള മമ്മൂനെ ഇവരെല്ലാം കാട്ടി ഞാൻ ഈ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിനെല്ലാം എനിക്ക് കിട്ടി. അതിന്റെ അത് വേറെ ഇടയ്ക്ക് കാര്യം. എപ്പോഴെങ്കിലും ഒരു നല്ല കണ്ടന്റ്സ് കൊടുക്കാൻ പറ്റുമ്പം അത് ഇതേമാതിരി കട്ടിറങ്ങിയിട്ടും ഇൻസ്റ്റഗ്രാമിൽ റീമാർക്കറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ടും അത് കണ്ട് ഇപ്പോൾ നമ്മൾ അറ്റ് എ ടൈം നമ്മൾ ലൈവിൽ ഇപ്പം സ്ട്രീം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 3.5K വാച്ചിങ് കാണുന്ന പോലെയല്ല ഈ സാധനം കട്ട് ചെയ്താണ്ട് യൂട്യൂബിലും അതേപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോകുമ്പം അത് 100Kയും 200K ഒക്കെയാണ്. 1 ലക്ഷം 2 ലക്ഷം ആൾക്കാരെ കാണുക. അപ്പോൾ അതിന് അതിൻ്റെതായ മാറ്റം ഉണ്ടാവും. അങ്ങനെ ഓരോ സ്ഥലത്തുനിന്നും എനിക്കൊന്നും ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല ഒരു ഫാമിലി ഓഡിയൻസോ അല്ലെങ്കിൽ ഒരു ഗേൾസ് ആയിട്ടുള്ള ഓഡിയൻസ് ഒന്നും എൻ്റെ സ്ട്രീം കാണുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റും UK-ലൊക്കെ ഉള്ള 1-2 ഇതേമാതിരി ഫാമിലിയിലുള്ള ഫാമിലി പറഞ്ഞാൽ ഹസ്ബൻഡും വൈഫും ഉള്ള കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അപ്പം പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമാശക്ക് പറയുന്നതാണെന്നുണ്ടെങ്കിൽ പോലും അതിലുള്ള കുറച്ച് തെറികളൊക്കെ പറ്റുവാണെങ്കിൽ കമ്മിയാക്കിയാൽ ഞങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കുട്ടി അടക്കി ഇരുന്ന് കാണുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എൻ്റെ അടുത്തുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് അല്ല, ഞാൻ അതിൻ്റെ ചാറ്റ് തന്നെ ഉണ്ട് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓഡിയൻസ് ഒക്കെ ഇവർ ഈ ഇതേപോലെ ഷോർട്സ് കണ്ടാണ്ടാണ് ഞങ്ങൾ നിങ്ങളെ ലൈവ് കാണാൻ തുടങ്ങിയത്. അങ്ങനത്തെ ഓഡിയൻസ് ഒക്കെ പയ്യെ പയ്യെ വരുന്നതാണ്, മനസ്സിലായോ? അതൊക്കെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ലൈവ് കാണുകയാണെന്നുണ്ടെങ്കിൽ, അല്ല ലൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ പറയട്ടെ ചെയ്യട്ടെ, എന്താന്ന് വെച്ചാ അങ്ങനെ ചെയ്യട്ടെ, വന്നത് തന്നെയാണ് നമുക്ക് ബാക്കി നമ്മളെല്ലാവരും. കാണാം. അതിന് മനസ്സിലായോ? ബാക്കി ജസ്റ്റ് നമുക്ക് എന്താ കാണാം. പറയാ, ഒരു കൈത്താങ് പോലെ ഓരോരുത്തർ നമുക്കൊരു സപ്പോർട്ട് പോലെ ചെയ്തു തരുന്നതിനാണ് ഈ റെയ്ഡ്. അതേപോലെ ഈ നിർത്തടാ പറയുന്ന നിന്റെ ഓരോ നന്മക്കളി. എന്താ പറയാ വേറുള്ള ആൾക്കാരെ ലൈവ് ത്രൂ നമ്മൾ വന്നിട്ട് നമുക്ക് കുറച്ച് എക്സ്പോഷർ കിട്ടുക എന്നൊക്കെ പറയുന്നത് അത് അങ്ങനെ ഉണ്ടായി വരുന്നതാ. അല്ലാതെ ഈ പറയുന്ന ഒരാളും ഈ പറയുന്ന ഇതിൽ ഇപ്പം ഇവിടെ ഈ ഒരു ലൈവിൽ അഥവാ ഈ MRC ബേസ് ചെയ്തിട്ടുള്ള ലൈവിൽ ആർക്കും തന്നെ തൊപ്പി എന്നുള്ള ഒരു ഫാക്ടർ ഇല്ലാതെ ഈ പറയുന്ന ഷമീറില്ല, ഷെയ്ക്കില്ല, മാക്കില്ല, റാംബോ അല്ല എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വാച്ചിങ് കൂടുന്നത് ഈ പറഞ്ഞ സംഭവമാണ്. നമ്മൾ ഇതേമാതിരി കണ്ടൻസ് കണ്ടൻസ് അല്ല, റീമാർക്കറ്റ് ചെയ്ത് സപ്ലൈ ചെയ്ത് മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിലും ഈ പറയുന്ന പോലെ കൂടെ വന്നവനെ യൂട്യൂബിലൊക്കെ ഊമ്പുക, ഇതിങ്ങനെ പോകുന്നതിനനുസരിച്ചാണ് നമുക്ക് വാച്ചിങ് ഗ്രാജുവലി കൂടുക. അല്ലാതെ അങ്ങനെയല്ല, തൊപ്പി കൂടെ ആദ്യം നിന്ന് വന്നവനെ ഊമ്പിയാ മതി, അല്ലെങ്കിൽ വാച്ചിങ് ഷമീറിന് കൂടും. എത്രയാണോ വാച്ചിങ് ഉണ്ടായിരുന്നത് ആ സംഭവം അങ്ങനെ അത്ര മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. അതിന് കുറയാനും പാടില്ല. കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്യാരക്ടർ ബേസിലോ അല്ലെങ്കിൽ നമ്മളെ കണ്ടന്റിന്റെ മോശത്തിന്റെ പുറത്തോ അത് കുറയണം. ക്യാരക്ടർ ഞാൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ കാണിക്കാം, നമ്മളെ റിയൽ നല്ല ക്യാരക്ടർ ഞാൻ കണ്ടന്റിന്റെ കാണിക്കാം. പുറത്ത് മാത്രമേ ഓക്കെ, കൂടുള്ളൂ. ഇപ്പം ഷമീറൊക്കെ ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ RPയിൽ വന്ന സമയത്ത് ഷമീറിന്റെ വാച്ചിങ് ഒക്കെ 15K 10K, അതിൽ നിന്ന് കുറഞ്ഞത് 1000 അയക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് അവൻ്റെ കണ്ടന്റ് സപ്ലൈ ചെയ്യുന്നതിന്റെ മോശം, അല്ലാന്നുണ്ടെങ്കിൽ അത് അവൻ്റെ ക്യാരക്ടറിന്റെ മോശം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അവൻ്റെതായ മിസ്റ്റേക്ക് ഉണ്ട്. മേ ബി അവൻ ഗ്യാപ്പ് എടുത്തതിന്റെ മിസ്റ്റേക്ക്, ഗ്യാപ്പ് എടുത്തതിന്റെ മിസ്റ്റേക്ക്. ഓക്കെ, ഗ്യാപ്പ് എടുത്തതിന്റെ മിസ്റ്റേക്ക് ഞാൻ പറയാം. ഗ്യാപ്പ് എടുത്തത് ഞാനല്ല, മനസ്സിലാ, എന്നെ കൊണ്ട് തൊപ്പിയാന്ന് ഗ്യാപ്പ് എടുപ്പിച്ചത്. എന്നോട് തൊപ്പിയാന്ന് പറയുന്നത് ലൈവ് നിർത്താൻ വേണ്ടി പറയും, അപ്പം ഞാൻ നിർത്തണം. ഞാൻ ഒരു മെഷീൻ പോലെയാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടത്, മനസ്സിലായി? ഇതൊന്നും ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചെന്ന് ഞാൻ ഇന്നേ വരെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഗ്യാപ്പ് എടുത്തില്ല. അതിനുള്ള തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്, മനസ്സിലാ. എന്നോട് പറയും ലൈവ് നിർത്ത്, നീ എന്നെ 1 മാസത്തേക്ക് ലൈവ് ചെയ്യണ്ട. ഇങ്ങനെ പല നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്, ഞാൻ പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം. സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഈ സാധനം ഇനി നാളെ ഒരു ദിവസം പെട്ടെന്ന് ഇത് കമ്മിയായി ഒരു 200-ലും 300-ലും സ്ട്രീം ചെയ്യേണ്ടി വന്നാൽ പോലും എന്നെ സംബന്ധിച്ച് അത് എനിക്കൊരു വിഷയമേ അല്ല. കാരണം എനിക്കിതൊരു ഫസ്റ്റ് പ്രയോറിറ്റി ഓഫ് പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ഒന്നും അല്ല എന്നെ സംബന്ധിച്ചത്. എന്നാലും ഇത് എനിക്കൊരു എൻ്റെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, പേഴ്സണൽ ഹാപ്പിനെസ്സിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ എനിക്ക് വാച്ചിങ് കുറഞ്ഞു കരുതിയാണ്ട് എനിക്ക് ഈ പറഞ്ഞ മാതിരി ബാക്കിയുള്ള ആൾക്കാരെ വാച്ചിങ് കുറക്കാൻ വേണ്ടി പോവാ. എന്റെ വാച്ചിങ് മാക്കിന്റെ വാച്ചിങ് കൂടി. അപ്പൊ എന്താ ഞാൻ ചിന്തിക്കും, മേ ബി എന്തുകൊണ്ട് എന്റെ വാച്ചിങ് കുറഞ്ഞു, മാക്കിനും അങ്ങനെ വാച്ചിങ് കൂടി, അങ്ങനെ ചിന്തിച്ചിട്ട് മേ ബി ഞാൻ ചെയ്യുള്ളൂ. അല്ലാതെ
മാക്കിൻ്റെ വാച്ചിങ് കുറക്കണം എന്ന് കരുതിയിട്ട് അവരെ താത്താൻ വേണ്ടിയിട്ട് ഉള്ള ചെയ്യണ പരിപാടി പൊതുവെ എടാ അത് ചെയ്യണത് ഒട്ടും ശരിയല്ല. ഫസ്റ്റ് തിങ് വെറുതെ ലീഗൾ അതാണ് അമ്പീന്ന് വിളിച്ചത്. മെയിൻലി പറയാനുള്ളത്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ തൊപ്പിയാണെങ്കിലും ഷമീറാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ റെയ്ഡ് തന്നിക്കണമെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ എന്തൊക്കെ ചെയ്ത് തന്നിക്കണമെന്നുണ്ടെങ്കിലും ആ സമയത്തുള്ള എൻ്റെ വാച്ചിങ്ങും ഇപ്പം എൻ്റെ ഉള്ള വാച്ചിങ്ങിലും എന്തായാലും എനിക്ക് പേഴ്സണലി ഉറപ്പ് പറയാം, ഞാനത് അത്രയും എഫേർട്ട് ഇട്ട് എൻ്റെ സ്ട്രീമിങ്ങിൽ എനിക്ക് ഗ്രാജുവലി ഇമ്പ്രൂവ് ആവണം എന്ന് കരുതി ഞാൻ നല്ല കണ്ടന്റ് സപ്ലൈ ചെയ്തിട്ടും ഞാൻ ഗ്യാങ്ങിന് വേണ്ടി അത്രയും എൻ്റെ ടൈം ഞാൻ എഫേർട്ട് ഇട്ടിട്ടും തന്നെയാണ് എനിക്ക് ആ വാച്ചിങ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയെന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. മനസ്സിലായില്ലേ? ബാക്കിയുള്ള ആൾക്കാരെ പോലെയല്ല. ഞാൻ ഇതിമേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർക്ക് ആർക്കൊക്കെ എത്രത്തോളം അറിയുന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ എൻ്റെ രാവും പകലും ഈ ഗ്യാങ്ങിന് വേണ്ടി ഞാൻ നിൽക്കലുണ്ട്. അത് ഇവിടെ ആർക്ക് അത് രാവും പകലും ഇവൻ നിക്കലുണ്ട്. കാരണം എന്താ പക്ഷെ ഇവന് വാച്ചിങ് കിട്ടാനും ഇവന് ഇതിൽ വളരാനും വേണ്ടിയിട്ട് ഇവൻ നിക്കലുണ്ട്. ഇവന് നിങ്ങൾക്ക് ഇത് അറിയാത്തോണ്ടാന്ന് ഗൈസ് ഇതിന്റെ ബാക്കിൽ എന്തെല്ലാം ഈ പുണ്ടച്ചി മോനൊക്കെ വോയിസ് മെസ്സേജ് ഉണ്ടല്ലോ, ഇവനെല്ലാം എനിക്ക് അടിച്ച വോയിസ് മെസ്സേജ് ഉണ്ടല്ലോ. നിക്ക്, ഞാൻ നാളെ കൊടുക്കാം, നാളെ ഞാൻ കൊടുക്കാം. ഞാൻ പ്രഷറിന്റെ പുറത്ത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഇവന്റെ എല്ലാം അമ്പിത്തര ഞാൻ കാണിച്ചു കൊടുക്കാം. നിക്ക്, ഈ മാലിക്കിനെ പറ്റി പറഞ്ഞ എന്തോ ഒന്ന് രണ്ട് സാധനമൊക്കെ ഞാൻ ഓൾറെഡി കണ്ടു. അതിൽ ഉറപ്പാണ്, ഒന്ന് അണ്ണന്മാർ അല്ലെങ്കിൽ എൻ്റെ മേലുള്ള ഇക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഞാനായിരിക്കും, ഒന്ന് ഞാൻ എന്തായാലും ഉണ്ടാവും. എടാ നീ ഒന്നല്ല, എൻ്റെ മേലക്കുള്ള ആൾക്കാരുണ്ടോ എന്നുള്ളത് ഇപ്പം ഞാൻ നാളെ മേലക്കുള്ള വന്നല്ലേ പറഞ്ഞത്. അപ്പം അത് വരുമ്പോൾ കാണാം. അതിലുണ്ടെങ്കിൽ ചിലപ്പം റാമ്പോ ആയിരിക്കും, അല്ലെങ്കിൽ നിയാദായിരിക്കും, തൊപ്പി ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവൻ ചെയ്യട്ടെ, അത് അവൻ ചെയ്തതിന് ശേഷം നമുക്ക് സംസാരിക്കേണ്ട കാര്യമുള്ളൂ, അല്ലാതെ ഇപ്പം പറയേണ്ട കാര്യമില്ല. പിന്നെന്തിനാ നീ അവിടെ ക്ലിക്സ് പിന്നെ കൊടുത്തിട്ട്? ഡബ്ല്യു മാലിക്, ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം തിങ്ക് ചെയ്താൽ മതി. ഇവിടെ ഇത്രയും ആൾക്കാരെ കൊണ്ട് നടന്ന് ഇവരെ ഈ ഒരു 10-45 ആൾക്കാരെ നിങ്ങൾക്ക് അറിയാം, അതിന് മാലിക്കിന് കുറച്ച് സ്നേഹമായിരിക്കും. ഈ പറയുന്ന 3000-3500 ആൾക്കാരെ എന്തായാലും ഇവിടെ വന്ന് റെഗുലർ ആയിട്ട് സ്ട്രീം ചെയ്യണ ഒരു അതിന് മാലിക്ക് വെളുപ്പിക്കൽ ആൾക്കാർക്ക് കണ്ടോ? എന്തായാലും അറിയും നമ്മളെ ഗ്യാങ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എങ്ങനെ പോയിക്കൊണ്ടിരുന്നതെന്നും ആ താന്ന് കടന്നോടത്തുനിന്ന് ഇതേമാതിരി എങ്ങനെയാണ് നമ്മളിത് പൊക്കി എടുക്കാൻ നോക്കിയതും പൊക്കി എടുത്തതും ആരൊക്കെ വന്നതിന് ശേഷമാണ് നമ്മളെ ഗ്യാങ് നന്നായതെന്നും അതിൽ കൂടുതൽ കൊണക്കല്ലടാ. തൊപ്പീനെ കുറ്റം പറഞ്ഞപ്പോൾ പോലും ഈഗിള് തെറി വിളിച്ചപ്പം പോലും അതും കേട്ട് നിന്ന് എൻ്റെ വ്യൂവർഷിപ്പ് ഇതാവും, ഈഗിളിനെ കുറ്റം പറഞ്ഞാൽ എൻ്റെ വ്യൂവർഷിപ്പ് ഡ്രോപ്പ് ആവും, അല്ലെങ്കിൽ ഈഗിളിൻ്റെ ആൾക്കാർ എന്നെ ഹെയ്റ്റ് ചെയ്യുമെന്നും വിചാരിച്ചിട്ട് അന്നേരം എല്ലാം ബായും പൊത്തി ഓനെല്ലാം കുനിഞ്ഞു കൊടുത്ത് നിന്നിട്ട് ഇപ്പം തൊപ്പി ഇതായിരിക്കും നിൽക്കെല്ലാം അല്ലേ? ഇപ്പം നിൽക്കെല്ലാം തൊപ്പി വല്ല ഇതായിരിക്കും അല്ലേ? ഇപ്പം ഇതല്ല. കാരണം എന്താ, അന്നേരം പറയാനുള്ള ഉറപ്പില്ല, സാമാനത്തിന് അന്നേരം ഉറപ്പില്ല, മനസ്സിലായോ? അന്നേരം അതിനുള്ള ഉറപ്പ് കിട്ടിയിട്ടില്ല. കാരണം എന്താ, ഈഗിളാന്ന് പറയുന്നത്, ഈഗിളിനെതിരെ പറയാൻ പേടിയുണ്ടാവും, വിറക്കും, മനസ്സിലായോ? ഈഗിളിനെതിരെ പറയാൻ വിറവ് വരുന്നുണ്ടാവും. പറഞ്ഞു കഴിഞ്ഞാൽ ഈഗിളിൻ്റെ ആൾക്കാരും കൂടി നമ്മളെ ഇത് കാണൂലേ, നമ്മളെ ഇതാക്കൂലേ, അങ്ങനെ ഒരു പേടി വന്നിട്ടുണ്ടാവും. ആ പേടി ഞാൻ വെച്ചില്ല. അത് നീയൊന്നും ഒരിക്കലും അങ്ങനത്തെ ഒന്നും അവസ്ഥ എന്നും വിളിച്ചാലും നീയൊന്നും പറയാൻ പോകുന്നില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. കാരണം അതിനൊരു സാധനം വേണം, ഒരു ഉറപ്പ്, അതില്ല, മനസ്സിലായോ? അഥവാ ഇങ്ങനെ PC അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, മെൻ്റലി ആർക്കും തീരെ സിറ്റിയിൽ പോലും കയറാൻ താല്പര്യമില്ലാതെ മൈൻഡ് ഫക്കായി നിന്ന് മേ ബി ഈ ഗ്യാങ് ഷട്ട് ഡൗൺ ആവും എന്ന് വിചാരിച്ചോടത്തുനിന്ന് നമ്മൾ ഗ്യാങ്ങാണിത്, മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തതാ ഓൾറെഡി. ഈ പറയണ പോലെ മുമ്പ് ഞങ്ങളൊരു കട ഇട്ടീനി, ഒരു 10-40 ലക്ഷം റുപ്യേൻ്റെ ഒരു കട ഇട്ടിട്ട് അത് ഒരു കട തുടങ്ങി ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് ഇതേപോലെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഇവന് കടയിൽ ഇതൊന്നല്ല, ഇവൻ പണ്ട് മുതലേ നമ്മളെടുത്ത് വരുന്നതാ. ഇവൻ പണ്ട് മുതലേ പല ഫർദ വാങ്ങിയിട്ടും പല അത് വാങ്ങിയിട്ടും ഇത് വാങ്ങിയിട്ടും അന്ന കൂട്ടിയിട്ട് മറ്റേ ഇതിൽ കൂട്ടിയിട്ട് കൊണ്ടുപോയിട്ട് ഇവന് പൈസ ഇതാന്ന് ഞാൻ പറയൂല, പൈസ മാത്രമാണ് ഇവൻ്റെ ഇതെന്ന് ഞാൻ പറയൂല. പക്ഷെ ഇവന് ഫെയിം ഭയങ്കര ആഗ്രഹം, ഇവന് ഭയങ്കര ആഗ്രഹം. അത് ഇവൻ്റെ വായിൽ തന്നെ ഇവൻ ഒരു 100 പ്രാവശ്യം എന്നോടും തൊപ്പിനോടും കരണ്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇവൻ, മനസ്സിലായോ? ഇവൻ മറ്റേ PR ടീമിനെ വെച്ച് എത്രയോ പൈസ കൊടുത്തിട്ടാണ് ഇവൻ്റെ ഓരോ വീഡിയോസും ഇതും. ഇവന് 100 വാച്ചിങ് ഉള്ളവരും പോലും ഇവന് 10-20 PR ടീംസ് ഇവൻ്റെ വീഡിയോ ഇടലും എന്നിട്ട് റീച്ച് ഇല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് കരണ്ടവനാണ് ഇവൻ, മനസ്സിലായോ? എന്നെ മറ്റേ കാറിലും ഇതിലും മറ്റേലും കൂട്ടിക്കൊണ്ട് പോയി വേണ്ടതും വേണ്ടാത്തതെല്ലാം മേടിച്ച് തന്ന് ഇതാക്കി നിന്ന് എൻ്റെ അടുത്ത് നിന്ന് കിട്ടേണ്ടതും കിട്ടിയരം മൂഞ്ചിച്ചിച്ച് പോയിട്ട് ഇപ്പോൾ കൊണക്കുന്ന നീയല്ലോ. നിക്കടാ, നിക്ക്. ആയിട്ട് ഗ്യാങ് ഊമ്പി തട്ടി പ്രൂഫ് ഞാൻ കാണിക്കാം. അപരാധം, അതേപോലെ ഫാൽക്കന്റെ കേസ് അന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഫാൽക്കന്റെ കേസ്, RP അപരാധം എന്നുള്ള രീതിയിൽ ആ ഒരു സമയത്തൊക്കെ നമ്മളെ ഗ്യാങ്ങിലെ ഓരോരുത്തരെയും മെന്റലി ഡൗൺ ആയി നിൽക്കുന്ന സമയമാണ്. അഥവാ ഇങ്ങനെ
PC അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, മെന്റലി ആർക്കും തീരെ കൺവേർട്ട് ചെയ്യട്ടെ, സിറ്റിയിൽ എത്ര പോലും പറ്റും കയറാൻ അത്ര കൺവേർട്ട് ചെയ്യട്ടെ, താല്പര്യമില്ലാതെ കൺവേർട്ട് ചെയ്യട്ടെ, മൈൻഡ്ഫക്കായി നോ നിന്ന് പ്രോബ്ലം, മേ ബി ഈ ഗ്യാങ് കൺവേർട്ട് ഷട്ട് ചെയ്യട്ടെ, നോ ഡൗൺ സീൻസ്. ആവും എന്ന് വിചാരിച്ചോടത്തുനിന്ന് നമ്മൾ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവന്ന സോറി ഗ്യാങ് ആണത്, മനസ്സിലായോ? ഷെയ്ക്കീസ്, അപ്പോൾ ഞാൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തതാ ഓൾറെഡി. ഈ പറയണ പോലെ മുമ്പ് ഞങ്ങളൊരു കട ഇട്ടീനി, ഒരു 10-40 പ്രൂഫെല്ലാം ഞാൻ ഷോപ്പിൽ ഒരു കാണിക്കുന്നിടത്ത് കട കാണിക്കും ഇട്ടിട്ട് കേട്ടാ കൊണ്ടേ. അത് ഒരു എന്റെ കട പ്രൂഫ് തുടങ്ങി ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് ഇതേപോലെ അവന്റെ റോഡ് കട. പണി തുടങ്ങി കടന്റെ മുമ്പിൽ തന്നെ. ആ കടന്റെ മുമ്പിലെ റോഡ് പണി കാരണം 2 മാസത്തോളം കച്ചവടമില്ലാതെ കട പൂട്ടാണ്ടി വരും എന്ന അവസ്ഥയിലെത്തി. ആ ഒരു സമയത്ത് അതിലുണ്ടായിരുന്ന പാർട്ട്നേഴ്സ് ഒക്കെ ഇവനിപ്പോ പൈസന്റെ കാര്യം പറഞ്ഞല്ലോ, എന്റെ ഒരു വോയിസ് മെസ്സേജ് ഉണ്ട്, അത് ഞാൻ കേൾപ്പിക്കാം. അപ്പൊ തിരിയും ഇവന്റെ പൈസന്റെ ഇതെന്താന്നും അല്ലെങ്കിൽ എന്നോട് ഇവൻ ചെയ്തത് എന്താന്നും. അത് ഞാൻ കാണിക്കാം, വെയിറ്റ് ആക്ക്. ആ ഒരു 2-3 മാസം കഴിഞ്ഞാൽ റോഡ് പണിയൊക്കെ കഴിഞ്ഞപ്പം കടയിൽ ഭയങ്കര കച്ചവടമായി. കടയിൽ എടാ, ഭയങ്കര നിന്റെ കച്ചവടമായി, കടയും അൽഹംദുലില്ലാ കൂടെയും നല്ല റാഹത്തായാണ്. കടയൊക്കെ ഇങ്ങനെ പോലെ തുടങ്ങിയപ്പം ഇതിന്റെ ഒരു കട. അതിൽ ഷെയർ കിട്ടാണ്ടോ, നമ്മളാ പഴയ ഷെയർ നമ്മളാ പൈസ തരേനി. അപ്പം നിങ്ങൾ എന്ത് പറയും? പോടാ കുണ്ണേന്ന് പറയില്ലേ? അതാണ് ഊമ്പിക്കോ എന്നുള്ളത് പറയും, എന്തായാലും അത് പറയും. കാരണം കച്ചവടം നടക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ അതിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളും. ഇനി അതിൽ 1 by 1 എനിക്ക് എന്താ പറയാ, ഞാൻ കച്ചവടം പറയായിരുന്നു ഞാനല്ലടാ ഉണ്ടാക്കി പക്ഷേ ഞാനും തൊപ്പിയെല്ലാം കൂടിയല്ലടാ നിനക്ക്. അവന്റെ വീഡിയോ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയാം, അതായിരിക്കും നല്ലത്. ഇട്ടിട്ട് നീയല്ല പറയേണ്ട, പറയേണ്ട ആള് വേറെ. ഓൺ ദ സ്പോട്ട് ക്ലിപ്പൊക്കെ വരൽ തുടങ്ങി ഇവിടെ. ഞാൻ നീ അത്രയും പൈസ കൊടുത്ത ആൾക്കാരെ ആക്കിയിട്ടുണ്ടല്ലോ, ഓൺ ദ സ്പോട്ട് ക്ലിപ്പ് വരുവാടാ പൊട്ടാ. നീ നിനക്ക് ഫേമസ് ആവാൻ വേണ്ടി നീ ഒരു 10-200 ആൾക്കാരെ ആക്കി, എന്നോട് നീ പറഞ്ഞിട്ടില്ലേ കാർന്ന്, ഓർമ്മയില്ലേ ഷെയ്ക്ക്? ഇതും കൊണ്ട് പോയിട്ടിട്. നീ ഫേമസ് ആവാൻ വേണ്ടി നിനക്ക് കുറെ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് നീ ഒരു 10-200 ആളാക്കി, നീ എന്നോട് പറഞ്ഞിട്ടില്ലേ? നീ പറഞ്ഞിട്ടില്ല എന്ന് പറയടാ. ഈ സാധനം ഫോൺ വിളിച്ചങ്ങാണ്ട് തീരുമാനമാക്കേണ്ട കേസല്ലേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഓൻ ഈ VC വിളിച്ചെടുത്തിങ്ങാണ്ട് ഞങ്ങൾ രണ്ടാളും തമ്മിൽ വർത്താനം പറഞ്ഞാൽ പോരെ. അല്ലാതെ ഒരാളെ ലൈവ് വാച്ച് പാർട്ട് ചെയ്യുക, അത് ഇരുന്നാണ്ട് കണ്ടുകാണ്ട് അതിന് അതൊക്കെ ഒരു ലൂപ്പാ. ഇത് ഇടേണ്ട കൈസ്, ഇത് റക്ക ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കിയേക്ക് കൊണ്ടുവന്നിട്ട്. എനിക്കത് പ്രത്യേകിച്ച് അറ്റേ ടൈം 2 ആള് ലൈവ് കാണാൻ കഴിയുക അതന്നെ. എനിക്കിതിലൊന്നും പേഴ്സണലി ഒന്നും പറയാനില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്താ പറയാ, സിറ്റിക്കകത്ത് ഓരോരുത്തർക്കും ഒരു ക്യാരക്ടർ ഉണ്ട്. ഓരോരുത്തർക്ക് ആ ക്യാരക്ടറിന് ഒരു ഓറ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് നമ്മൾ കളിക്കുന്നത് GTA ആണ്. GTA RP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി റോൾ പ്ലേ ആണ്. റോൾ പ്ലേയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിറ്റിക്കകത്ത് കയറിയ ഒരു നാടകം, നമുക്കൊരു ക്യാരക്ടർ ഉണ്ടാവും. നമ്മളൊരു എന്താ പറയുക, ഒരാളായി അഭിനയിക്കുകയാണ് നമ്മൾ അതിൻ്റെ അകത്ത്. അല്ലാതെ നമ്മൾ അതൊരു വിർച്വൽ വേൾഡ് മാത്രം, അല്ലാതെ റിയൽ ലൈഫ് അല്ല. അപ്പം നമുക്ക് നമ്മളെ റിയൽ ലൈഫിൽ നടത്താൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ റിയൽ ലൈഫിൽ എങ്ങനെയൊക്കെയാണോ അതേപോലെയൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് ഇവനോടൊന്നും ഞാൻ സംസാരിക്കൂല. നമ്മളിപ്പോ ചെയ്യുന്ന RP എന്ന് പറയുന്നത്, അതില് ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ഓറ ഉണ്ടാവും. അല്ലെങ്കിൽ ചില ക്യാരക്ടേഴ്സിന് തീരെ ഓറ ഉണ്ടാവില്ല, ചില ക്യാരക്ടേഴ്സ് വെറും അത് അങ്ങനത്തെ ആൾക്കാരുമാണ് സമൂഹത്തിൽ. ചെറിയ ഷോപ്പ് ചെയ്യുന്ന ആൾക്കാരുമാണ്, അല്ല എല്ലാവരും ബിസിനസ്മാൻമാരായ അപ്പോൾ അവിടെ സെയിൽസ്മാൻ ഉണ്ടാവില്ല, മനസ്സിലായോ? അവിടെ ഓരോന്നിനും ഓരോ സംഭവമല്ലേ. അതേപോലെ സിറ്റിക്കകത്ത് പൈസ ഇതേമാതിരി പൈസ ചെയ്യാൻ പറ്റിയ ആൾക്കാർ, ചെയ്യാൻ പറ്റുന്ന അതേപോലത്തെ ആൾക്കാർ വേണം. സിറ്റിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തീട്ടങ്ങളൊന്നായിട്ട് ഞാൻ സംസാരിക്കാറില്ല, മനസ്സിലായോ? ഓനോട് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ, ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കാം. സിറ്റിക്കകത്ത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ 6 മാസം മുമ്പ് അല്ല ഒരു 8 മാസം മുമ്പൊക്കെ ഞാൻ സിറ്റി വന്നത്. അന്ന് തൊട്ടേ ഞാൻ സിറ്റിയിൽ എനിക്ക് ഉണ്ടാക്കി വെച്ച ഒരു ക്യാരക്ടറും എനിക്ക് ഉണ്ടാക്കി വെച്ച ഒരു ബേസും ഉണ്ട്. അഥവാ ഞാൻ നന്നായി പൈസ ഇറക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇതിൽ കളിച്ചുകൊണ്ടിരുന്നത് സെർവറിൽ. നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ടിങ് തൊട്ട് കാണുന്നവർക്കൊക്കെ അറിയും, സിറ്റിയിൽ അത്യാവശ്യം നല്ല പൈസ ചിലവാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ കളിച്ചിരുന്നത്. അതേമാതിരി ഒരു 2 മാസം കഴിഞ്ഞിട്ടോ 1 മാസം കഴിഞ്ഞിട്ടൊക്കെ തന്നെയാണ് മാക്ക് വന്നത്. മാക്ക് ആ ഒരു രീതിക്കല്ല, മാക്ക് കുറേ പാട്ടൊക്കെ പാടി അങ്ങനത്തെ ഒരു രീതിക്കായിരുന്നു. അത് ഓരോരുത്തർക്കും ഓരോ ബേസ് ഉണ്ടാവും, മനസ്സിലായോ? ഞാൻ അന്ന് തൊട്ടേ ക്രിയേറ്റ് ചെയ്ത് വന്ന എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ആ ക്യാരക്ടർ ഓറ ലോസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇറക്കുന്ന സിനിമാറ്റിക്സിലും അതേപോലെ എല്ലാത്തിലും എൻ്റെ ഒരു പേഴ്സൺ, അത് നിങ്ങൾക്ക് തന്നെ ആ ഫീലിങ്സ് കിട്ടും. അതാണ് അതിൻ്റെ മാറ്റം, മനസ്സിലായോ? അത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം, ഷമീർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്നാണ്ട് ഒരു ഫ്ലേട്ടിങ് ടൈപ്പ് ഓഫ് RP ചെയ്തത്, മനസ്സിലായോ? അത് നിങ്ങൾക്കതൊരു
എന്താ പറയുക, ആരും ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് RP ചെയ്യണ കാണുമ്പം ഒബ്വിയസ്ലി നിങ്ങൾക്കത് ഭയങ്കര ഒരു എൻ്റർടൈനിങ് ആയിട്ട് തോന്നും. അത് ഈവൻ സെർവറിലെ അഡ്മിൻസ് ആയിട്ടുള്ള കുറേ ആൾക്കാർ, മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നുള്ള കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, VC പോന്നോ, ഷമീർ കാളിങ് എനിക്കൊന്നും വിളിച്ചിട്ടൊന്നുമില്ല, ഞാൻ പോകുന്നില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല ഗൈസ്. ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഓഫ് സ്ട്രീമിൽ സംസാരിക്കും, അല്ലാതെ ഇതാ ഈ കണക്കിനുണ്ടല്ലോ എന്ത് ഇത് ഇങ്ങനെ വ്യൂവർഷിപ്പ് ഉണ്ടാക്കിയ കുറച്ച് ഗുണങ്ങളുണ്ടല്ലോ. ഷമീർ ഹെയ്റ്റ് തന്നെന്നും പറഞ്ഞിട്ട് ഷമീറിന്റെ റെയ്ഡും ഷമീറിന്റെ എല്ലാ ഇതും മേടിക്കേണ്ട എല്ലാം മേടിച്ചെടുത്തിട്ട് പിന്നെ ഷമീർ വിളിച്ചാൽ ഫോണും എടുക്കൂല, ഷമീർ മെസ്സേജ് അയച്ചാൽ റിപ്ലൈയും തരാത്ത ഗുണങ്ങളുണ്ടല്ലോ. ഈ ഗുണകള് ഇതില് ഞാൻ പറഞ്ഞേ, ഇതില് ഷമീർ ഹെയ്റ്റ് തന്നു എന്ന് പറഞ്ഞാണ്ട് ഗുണകൾ എന്നുള്ളത് മെയിൻലി ഒന്ന് പറയണത് ഞാനായിരിക്കും, ഒന്ന് മാക്കോ ആയിരിക്കും. ഞങ്ങൾ രണ്ടാളേ അത് പറയുള്ളൂ, കാരണം ഞങ്ങൾ രണ്ടാളുമാണ് അത് പറഞ്ഞത്. അപ്പം ഇതിനൊക്കെ റിപ്ലൈ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പം ഇവൻ പറയാൻ തുടങ്ങിയത് എന്തുകൊണ്ടാ, ഇവന് ഇപ്പോൾ ഒരു 100-200 വാച്ചിങ് കുറഞ്ഞതുകൊണ്ടാണ് കഴിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്നെ സംബന്ധിച്ച് ഇതൊരു 100 നീ വീഡിയോ ഇട്ടോണ്ടല്ലേ അപ്പൊ? അയ്യോ ഞാനിത് പറയാൻ കാരണം എടാ നിന്റെ വീഡിയോ അല്ലടാ, നീ അല്ലടാ അത് പറഞ്ഞിട്ട് ഇട്ടത്, പിന്നെ ഞാനെങ്ങനെടാ മൊണ്ണെ, എന്താടാ നിന്റെ തലയിൽ തീട്ടാന്നോടാ? ആയാലും 500 ആയാലും 1000 ആണ്. ഇവരെന്നെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പറഞ്ഞത് വാച്ചിങ് കുറയുമ്പം ഞാൻ നിങ്ങൾ കണ്ടതല്ലടാ, നിങ്ങൾ കണ്ടതല്ലേ അത് ടൈപ്പ് വർത്താനം ഞാൻ പറയും. ഇവിടെ കണ്ടവർക്കറിയാം, ഫസ്റ്റ് മുതൽ ലൈവ് തുടങ്ങി മുതൽ കണ്ടവർക്കറിയാം ഇതിന്റെ സത്യം എന്താണ്. ബാക്ക് അടിച്ച് നോക്കിയാൽ മതി. ഷമീറിനെ ഇനീഷ്യേറ്റ് ചെയ്ത് കൊടുത്ത് അതേപോലെ തൊപ്പി എനിക്കും തന്നിക്കണ്, സെയിം ലൈക്ക് തൊപ്പി എനിക്കും തന്നിക്കണ്, മാക്കിനും കൊടുത്തിക്കണ് റെയ്ഡും കാര്യങ്ങളൊക്കെ. അപ്പൊ അവിടെ ഷമീർ എന്നുള്ള ഒരു ഫാക്ടർ മാത്രം പറയരുത്, മനസ്സിലായ? ഷമീറും തന്നിക്കണ് എനിക്ക്. ഷമീർ എന്നുള്ള ഫാക്ടർ പറഞ്ഞില്ല, അന്ന ഷഡ്ഡി എന്ന് പറഞ്ഞോടാ ഞാൻ പറഞ്ഞത്. കഴിഞ്ഞിട്ട് ഞാൻ എന്റെ കയ്യിൽ നിന്ന് കൊടുത്തിക്കണേ. ഇതിലുള്ള ആർക്കൊക്കെയാടാ ഞാൻ റൈഡ് തരാത്തത്? ഇതിൽ ആർക്കെങ്കിലും ഞാൻ റൈഡ് തരാത്തതുണ്ടോ ഈ VC ഇരിക്കുന്നത്? ഇവന്മാർക്കൊക്കെ ഞാൻ റൈഡ് കൊടുത്താണ്. ഇന്ന് ഞാനും കൊടുത്തിട്ടുണ്ട്, ഞാൻ പേര് ഇത് പറഞ്ഞു നടക്കാറില്ല നിന്നെ പോലെ. ഇപ്പൊ വരാത്തോണ്ടാ. മാലിക് സ്ട്രീം ചെയ്യാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 800 വാച്ചിങ് കയറലുണ്ട്. പിന്നെ ഞാൻ എന്ന് ലൈവ് ഞാൻ നിർത്തി പോണോ അന്നൊക്കെ മാക്കിന് ഞാൻ ഹോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടാ പോലെ. മാക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ മാക്ക് പറയട്ടെ, ഇതേമാതിരി ഹോസ്റ്റ് ചെയ്ത് മാക്കിന് ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാരി ഒരു വാച്ചിങ്ങും 10 വാച്ചിങ്ങും ഇതിന്റെ കൂടെ RP കളിക്കാൻ നിർബന്ധിച്ച് വിളിച്ചു വരുത്തി, നിർബന്ധിച്ച് കളിപ്പിച്ച് ഓന് റെയ്ഡും ആവശ്യത്തിലേറെ സാധനങ്ങളും കൊടുത്തിട്ട് തന്നെ മാരി ഇന്നൊരു സ്ട്രീം ഇട്ട് കഴിഞ്ഞാൽ 300-400 വാച്ചിങ് മാരിക്ക് കയറുന്നുണ്ട്. ചാർലിക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. ചാർലി അവന് ഈ ലൈവ് സ്ട്രീം ചെയ്യണതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഉസ്മാനും ഇഷ്ടംപോലെ ഞാൻ റെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേ അംബാന് മോഡറേറ്റർ പോലും റെഡി ആയി കൊടുത്തത് ഞാനാ, ലൈവ് ഇടണം എന്ന് നിർബന്ധിച്ചതും ഞാനാ. ദിഗോഡിന് ഇതേപോലെ സ്റ്റാർട്ടിങ്ങിൽ 1.5K റെയ്ഡ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഇതേമാതിരി റെയ്ഡ് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഞാൻ വന്ന സമയം കൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയാവുന്നതെല്ലാം ഞാൻ ചെയ്തു. ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിന്നെ പോലെ ഇത് 10 വട്ടം വന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു ഞാൻ പറഞ്ഞു നടക്കാറില്ല. ഈ സിറ്റുവേഷൻ വന്നോണ്ട് മാത്രമേ ഇത് പറഞ്ഞത്. എന്റെ ലൈവ് ഡെയിലി കാണുന്നവർക്കറിയാം. അത്രേ ഉള്ളൂ അതിന്റെ ആകെ ഒരു റൂള്. കാരണം എന്താ വെച്ചാൽ അത് ഇന്നൊരാള് സ്വന്തം ഇഷ്ടത്തിന് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ നാളെ തോന്നുന്ന പോലെ ആവും അത്, മനസ്സിലായി? എല്ലാവർക്കും കൊണ്ടുവന്നിട്ടാണ്ട് അത് ഈ ലിങ്ക് എന്നല്ല, അത് എല്ലാ ലിങ്കും വരൽ തുടങ്ങും നാളെ. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടാകാതെക്കാൻ വേണ്ടിയിട്ട് ആർക്കൊക്കെ ഇത് ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യണോ റെക്കനോടോ അല്ലെങ്കിൽ അതിൻ്റെ അഡ്മിൻസിനോടോ പറഞ്ഞാൽ ഓലത് അത് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ റെയ്ഡ് കൊടുത്തതിന് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഞാൻ ഇപ്പോൾ സ്ട്രീം ചെയ്യണ സമയത്ത് ഇപ്പം ആരെങ്കിലും MRGയിൽ ലൈവ് ഉണ്ടോടാ? ഞാൻ ലൈവ് വരാറുണ്ടല്ലോ. ബുള്ളിന് ഞാൻ തന്നെയാണ് റൈഡ് കൊടുത്തത്. ബുള്ളിന് ഞാൻ റൈഡ് കൊടുത്ത സമയത്ത് ഇതേമാതിരി സ്റ്റാർട്ടിങ്ങിലൊക്കെ 1K 1.2K ഒക്കെ വാച്ചിങ് ഉണ്ടായിരുന്നു. ബുള്ളിന് അവിടെ ഞാൻ സ്ട്രീം ചെയ്യുന്ന സമയത്ത് തന്നെ ബുള്ള് അവിടെ സ്ട്രീം ചെയ്യാറുണ്ടായിരുന്നു. അത് കരുതിയിട്ട് ഞാൻ ഇന്നേ വരെ ബുള്ള് എന്താ പറയാ, എനിക്കിപ്പോൾ ഞാൻ ഈ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബുള്ളിനെ സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നു. ആ 1.2K കൂടി എനിക്ക് കിട്ടേണ്ട വാച്ചിങ് ആയിരുന്നു. ഈ വാച്ചിങ്ങിന്റെ കേസ് ബുള്ള് സ്റ്റിൽ 600 വാച്ചിങ് ഉണ്ട്. അതാ ഞാൻ അതൊന്നും എൻ്റെ മൈൻഡിലാവുന്ന ഞാൻ ചിന്തിക്കാറ് പോലും ഇല്ല. ഞാൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ വാച്ചിങ് എനിക്ക് തന്നെ കിട്ടണം, എനിക്ക് മാത്രം വളരണം, ഞാൻ മാത്രം രീതിയിൽ. ഇവൻ എന്നോട് പണ്ട് ഞാൻ യൂട്യൂബിൽ ലൈവ് ഇടുമ്പോൾ ഇവൻ എന്നോട് എന്താ പറയുന്നത്, ഷമീർ നമ്മൾ സെയിം ടൈം ലൈവ് ഇടരുത്, വ്യൂവർഷിപ്പ് സ്പ്ലിറ്റ് ആവും, അതുകൊണ്ട് നീ ഒരു ടൈം പറ, ഞാൻ ഈ സമയത്ത് ഇടാം. അതെന്തിനാ ഇവൻ പറഞ്ഞത്? അപ്പൊ ഇവൻ പറഞ്ഞത് ഇവനെക്കാട്ടി വാച്ചിങ് ആ ടൈം നമുക്ക് കിട്ടുമായിരുന്നു, അത് ഇവനറിയാം. അതുകൊണ്ടാണ് ഇവൻ ഈ പറഞ്ഞ പോലെ ഷമീർ വ്യൂവേഴ്സ് സ്പ്ലിറ്റ് ആവും, ഇങ്ങനെ ആവും ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇതെല്ലാം കോൾ ചെയ്ത് പറഞ്ഞ കേട്ടോ, അതിനൊന്നും തെളിവില്ല, അത് ഞാൻ പറയാം. ഇപ്പൊ ഇവനെല്ലാം ഇതെല്ലാം പറയാം. ചെയ്യട്ടെ, ഓന്റെ ഈ പറയുന്ന പോലെ ഓന്റെ എന്താ പറയാ നാളത്തെ വീഡിയോ ഒക്കെ ഇറക്കി
ഓൻ്റെ കാര്യങ്ങൾ ചെയ്തു വരുമ്പം അപ്പം നമുക്ക് അതിൽ OC കാര്യങ്ങളൊക്കെ അതിലും നീയൊന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ല നമുക്ക് കേട്ടോ, OC അതിലൊന്നും ആയിട്ട് നീക്കൊന്നും പോവാം. റോളില്ല, മനസ്സിലാ? അത് അതിലൊന്നും നീക്ക് റോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും തരാൻ പറ്റൂല. ഈ ഒരു RP ആ ഫെയിം കൂടി എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ വലിച്ചെടുക്കാന്നായിരിക്കും സ്പ്ലിറ്റിംഗ് ചിന്തിക്കുന്നത്. ഈ അതിലൊന്നും കാര്യങ്ങളൊക്കെ റോളില്ല, വന്നത് അയാളും വേറെ RP കേസാ. ആയിരുന്നല്ലോ. അപ്പം സ്പ്ലിറ്റ് ഈ RP ബേസിസിൽ OC ഡ്രാഗ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് OC ആയിട്ട് തന്നെ മുന്നോട്ട് പോവാം. ഇതിലിപ്പോൾ മാലിക് സൈഡ് എന്താ, മാലിക് ഈ പറഞ്ഞ പോലെ ഷെഡ്ഡി കണ്ണൻ എന്ന് ഷെഡ്ഡി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനിപ്പോൾ ഞാൻ ഓനെ ചെയ്തത് ശരിയായി എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ഓൻ്റെ ഭാഗത്തുനിന്ന് ആ ചെയ്തതിൽ ഓൻ്റെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ഇവർ അത് ചെയ്യുമ്പോൾ എന്താ എല്ലാം പറയാ, മിസ്റ്റേക്ക് ഉണ്ട്, അത് ഇതിപ്പോ വെളുപ്പിച്ചെടുക്കുവേ. ഇങ്ങനെ കൊട്ടി ആഘോഷിക്കാൻ മാത്രമുള്ള ഒരു സംഭവം ആ ഉണ്ട് എന്നുള്ളത് എനിക്ക് അതിപ്പം തോന്നുന്നില്ല. വെളുപ്പിച്ചെടുക്കും. അത്രേ ഉള്ളൂ. വെളുപ്പിച്ചോ. അത് ചെയ്തത് മിസ്റ്റേക്കാണ്, അത് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് അത്ര ഉണ്ടാവും, മനസ്സിലായി? അത് അത്ര ഉണ്ടാവും. നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് അത് പറ്റാത്ത വല്ല ആരാണ്ട് അയ്യോ ഇന്നിപ്പോ ആർക്കോ ഗൈസ് കണ്ടു DG ഷമീർ അന്ന ഹെയ്റ്റ് വന്നു, ഷമീർ അന്ന മാക്കിന്റെ അങ്ങനെ ആക്കി, ഷമീർ അന്ന ഇങ്ങനെ ചെയ്തു, അയ്യോ. അതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്റൻഷനലി അതൊക്കെ ഇതേമാതിരി നമ്മൾ ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുമ്പോ ഞാനും ഫ്രണ്ട് സർക്കിളിലേക്കും പറഞ്ഞാന്ന് ബ്രോ. ഞാൻ 2 തന്തൊക്കെ വിളിച്ചിട്ട് ഞാൻ ഫ്രണ്ട് സർക്കിളിൽ വിളിക്കുമ്പോ നിൽക്കുമ്പോ പറഞ്ഞതെന്ന് ഞാൻ പറയാം. മാലിക് അറിയാതെ പറഞ്ഞതാ, ലൈവ് സ്ട്രീം ആണെന്ന് അറിയാതെ പറഞ്ഞതല്ല. പക്ഷെ എന്നാ പോലും അതില് എനിക്ക് പേഴ്സണലി ലൈവ് സ്ട്രീം ആയ സമയത്തും ലൈവ് അല്ലാത്ത സമയത്ത് നീ എങ്ങനെ വർത്താനം പറയുന്നത് എനിക്കറിയാം. ഞാൻ ഇതൊക്കെ പറയാം. നീ ആരെ ഇതും തപ്പിയിട്ട് പോയതാണെന്ന് എനിക്കറിയാം, മനസ്സിലാവും. അത് ആരാ പോയി തപ്പിയെന്നുള്ളത് എന്റെ റെക്കോർഡ്. എന്തുകൊണ്ടാണ് മാലിക്കൊക്കെ ഇത് പറഞ്ഞത് എന്നുള്ളത് ഇവിടെ ഇതിനകത്ത് നിൽക്കുന്ന ഓരോരുത്തർക്കും വ്യക്തമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയണോണ്ട് വായിന്ന് വന്നു പോണതാ, മനസ്സിലായോ? അപ്പൊ അതൊക്കെ അല്ലേ നാളെ എന്റെ വായിന്നും വന്നു പോയതാണ് ബ്രോ. ഓക്കെ, എന്റെ വായിന്നും വന്നു പോയതാ. അപ്പൊ പിന്നെ ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നീ എന്റെ വായിന്നും വന്നു പോയാണെങ്കിൽ നീ എന്തിനാണ് ഇവിടെ വന്നിരുന്ന് പറയുന്നത്? അതിൻ്റെതായ രീതിക്ക് പറയാം. മാലിക് അത് പറഞ്ഞതിൽ റീസൺ ഉണ്ടാവും ഗൈസ്, അത്രമാത്രം ചിന്തിച്ചാൽ മതി. അതിന്റെ ഫർദർ പറയാൻ താല്പര്യമില്ല, അത് അവിടുന്ന് പറയട്ടെ. അപ്പൊ പറയുമ്പോ നമുക്കപ്പം നോക്കാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഗൈസ്? മാരി പറയാനുള്ളത് അമ്പാനെ ആ ഡിസ്കോഡ് ക്ലിപ്പ് എടുത്താണ് ശരിക്ക്. ഡിസ്കോഡ് ക്ലിപ്പ് ഈ അമ്പാനെ 2 വരി വലിക്കോ, എന്നിട്ട് പ്ലേ ചെയ്താൽ മതി റിയാക്ഷനിലുള്ള. എന്താ നമ്മളാരെ ഷൈനേന്ദ്ര പറഞ്ഞ ക്ലിപ്പ് ഉണ്ടെന്നാ കേട്ടോ, നോക്കട്ടെ. ഹലോ കേക്കാവോ? ഞാനൊന്നും പറയൂല, ഞാൻ ഒന്നും പറയൂല, നിങ്ങൾ പറഞ്ഞോളാം. പുതിയ എനിക്കത് കേട്ടാ സംസാരിക്കണോ? ഉറപ്പല്ലേ? ഞാനത് നിനക്ക് പറയാനുള്ള ടൈം ആവുമ്പോ പറഞ്ഞാ മതി, ഇപ്പൊ ഒന്നും പറയണ്ട. ഇത് കൊറേ ആൾക്കാർക്ക് എന്താ പറയാനാവുമ്പോ പറഞ്ഞാ മതി, ഇപ്പൊ പറയണ്ട. ഓൾറെഡി പറഞ്ഞു എന്നുള്ളതിന്റെ പേരിലൊക്കെ അതൊരു കലാപമാക്കി മാറ്റാനൊക്കെ ഉദ്ദേശിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിലൊന്നും വെറുതെ പോയാണ്ട് അത് നമ്മൾ വീണ് കൊടുക്കാതെ നിൽക്കുക, മനസ്സിലായോ? ഇത് നമ്മളെ സൈഡിൽ നിന്നാണ് ഇതൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യണമെന്നുള്ളത് ആക്കാൻ വേണ്ടിട്ട് ചെയ്യണ ഓരോ പരിപാടിയാണ്. അതില് എന്തിനാ ബ്രോ VR MRC അതൊന്നും ഇവരൊന്നും ആലോചിക്കുന്നില്ലല്ലോ, ഞാൻ മാത്രമാണ് ആലോചിക്കേണ്ടത്. റിയാക്ഷൻ എടുത്തേ ആരോ എന്തോ പറയുന്നത് വെച്ചോ, നമുക്ക് കേട്ട് പോവാം, വെറുതെ ഇരിക്കല്ലേ. എന്ത് MRC ഇല്ലെങ്കിലും അത്രേ ഉള്ളു. ഏതാ ടോപ്പിക് മാറ്റാം. ഞാൻ ഇപ്പൊ സൈഫർ അല്ല അഡ്മിന, എന്തേലും ഉണ്ട് DM മെസ്സേജ് ആക്കാം. സൈഫറിന്റെ എന്തുവാ സൈഫറിനെ അതല്ല, സൈഫറിനെ നേരത്തെ VC-ലൊക്കെ വിളിച്ചായിരുന്നു, പക്ഷെ സൈഫറിന് സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് പോയി. അത് വേറെ കേസ്. അത് മേ ബി ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാളത്തെ സ്ട്രീമിലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും. മേ ബി അത് നോക്കട്ടെ, അതിന്റെ പോക്ക് എങ്ങട്ടാന്നുള്ളത് എനിക്ക് അറിയണം. അപ്പൊ അതിനനുസരിച്ച് ഞാൻ പറഞ്ഞോളാം. എനിക്ക് വേറെ അല്ലാതെ അതിൽ ഫർദർ ഒന്നും പറയല്ല. അവനെ വിളിച്ചിട്ട് പിന്നെ എടുത്തിട്ടില്ല. എടാ മിസ്റ്റേക്ക് ഇക്രോനൊന്നും വലിച്ചടേ. എന്താടാ മാരി നോക്കട്ടെ. നീ എന്തിനാ നോക്കണേ? റാംബോനെ ഒന്ന് വിളിച്ചാണടാ, അമ്പാനെ ഉറി. അല്ല ഷെഡിക്കണ്ടെന്ന് വിളിക്കണ്ട. അപ്പൊ തൊപ്പി ഷെഡിട്ട് വിളിയില്ല. അപ്പൊ അതെന്താ? അപ്പൊ എന്താ അന്നോട് ഹേറ്റ് ആയിക്കൊണ്ട് അന്നെ മാത്രം അങ്ങനെ വിളിക്കാന്നാണോ? അങ്ങനെയാണോ? അന്നെ ഷഡിയിട്ട് തുള്ളാൻ നിർബന്ധിച്ച ആൾ തൊപ്പി. അപ്പൊ അതില് ഒന്നും ഇതില്ല, ഓൻ ഷഡിയിട്ട് തുള്ളിയിട്ടുണ്ട്. അപ്പം അതൊന്നും ഇതാകുന്നില്ല. ലോജിക്ക് ഇല്ലാത്ത കുണ്ടകളാണെന്ന് എനിക്ക് ആദ്യമേ അറിയാം, മനസ്സിലായോ? നിങ്ങൾക്ക് ലോജിക് അത് നാളത്തെ വീഡിയോ വരട്ടെ കൈസ്. അതിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത്
അറിഞ്ഞാല് റാംബോ അല്ലേ എടാ നീയൊന്നും ഇല്ല ഇതില് എടാ, PC വരെ നിനക്കൊന്ന് ഇതിലും കൂടി ഞാൻ ഫെയിം ആയിരുന്നായിരിക്കും പോടാ. ഇത് ആ ബട്ടർഫ്ലൈ നയിക്കടാ ഓന് കിട്ടിയ ഇതൊന്നും പോരാ, അടുത്ത ഇതും കൂടി റാംബോനെ വിളിക്കണം വാ അമ്പാൻ. വാ ഓക്കെ ഓക്കെ റാംബോ ഇനി ഒപ്പീനിയൻ റാംബോ വരട്ടെ ഗൈസ്, റാംബോ വരട്ടെ നോക്കാം നമുക്ക്. അമ്പാനെ കണ്ട ലൈവ് അതെ അതെ തള്ളിയിട്ട് തുള്ളി എന്നോട് റെസ്പെക്ട് ഉണ്ടാകും പോയി അന്ന് പടാ കൊണ്ടേ എന്റെ കൊറേ അടുത്ത ഇതും കൊണ്ട് വന്നു അവൻ്റെ കൊറേ ഉടായ്പും കൊണ്ട് ആൾക്കാർ മീറ്റിംഗ് റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഒരു സത്യവും അറിയില്ല, ഒരു ഇതും അറിയില്ല, ഇങ്ങനെ വെറുതെ കണ്ടവന് വേണ്ടി തുള്ളുക. എനിക്കത് കാണണമെന്നുണ്ട്. ഇത് പഠിപ്പിച്ചു വിട്ടതാ ഗൈസ്, ഇത് പഠിപ്പിച്ചു വിട്ടതാ. അതായത് ഈ പറഞ്ഞ പോലെ ഷമീറിനെ ഇങ്ങനെ ഹെയ്റ്റ് തന്നു, ഷമീർ ഒന്ന് ചീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്ത് പോയിട്ട് വീഡിയോ ഇട്ടിട്ട് എന്താ അതിന് എന്നെ വിളിക്കുവോ അല്ലെങ്കിൽ ഷമീർ എന്താ പ്രശ്നം എന്ന് ചോദിക്കുവോ അല്ലെങ്കിൽ അത് കോംപ്രമൈസ് ചെയ്യാനൊന്നും നോക്കൂല, നേരെ പോയി ലൈവ് ഇടുക. എന്നിട്ട് ഷമീർ ഹെയ്റ്റ് തന്നു എന്ന് പറയാം. ഓൻ്റെ കുറേ വ്യൂവർഷിപ്പ് ഉണ്ട്, ഓൻ്റെ കുറേ ഇത് ഓൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ എടുത്ത് ഇങ്ങോട്ടേക്ക് തട്ടുക. അങ്ങനെ 4 ആൾ അറിയുക, അങ്ങനെ 4 ആളെ കയറ്റുക, അങ്ങനെ 4 ആൾ ഇതാക്കുക. ആ ട്രിക്ക് തന്നെ ഈ കണ്ട കുണ്ണകളും കൂടി ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു കുണ്ണ പറഞ്ഞു കൊടുത്തിട്ടും ഉണ്ടാവും, മനസ്സിലായോ? അതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. അതിലൊരു കുണ്ണ ഞാനും മാക്കുമാണ്. മാക്ക് കേൾക്കുന്നുണ്ടോ? മാക്ക് പോയാ? അല്ല, ആ 2 കുണ്ണാള് എന്ന് പറയുന്നതിൽ ഒരു കുണ്ണ നീയോ ഒരു കുണ്ണ ഞാനോ. കാരണം നമുക്കാണ് ഇപ്പൊ ഹെയ്റ്റ് തന്നു എന്ന് പറഞ്ഞത്. പിന്നെ ഇത് പുറത്ത് കോംപ്രമൈസ് ആക്കാനോ അല്ലെങ്കിൽ പുറത്ത് വിളിച്ചാണ്ട് സംസാരിക്കോ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് അണ്ണൻ പറയുന്നത്. അങ്ങനെ തന്നെയാണ്. അന്നത്തെ ഒരു വിഷയത്തിന് ശേഷം ഞാൻ ഇതിനെപ്പറ്റി ഇന്നേ നിമിഷം വരെ ഞാൻ സംസാരിച്ചില്ല. കുറച്ചു മുമ്പ് എന്റെ ലൈവിൽ വന്നിട്ട് മാക്കിനെ തന്തയ്ക്ക് വിളിച്ചു. അവർ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാനും താല്പര്യമില്ല, എനിക്ക് ഇതിനെപ്പറ്റി തന്തയ്ക്ക് വിളിച്ചെങ്കിൽ അത് അവന്റെ ലൈവ്, ഞാൻ എന്റെ ലൈവ് തന്തയ്ക്ക് വിളിക്കാൻ താല്പര്യപ്പെടുന്നില്ല, പ്രശ്നം തീർന്നില്ലേ? ഞാനൊരു കാര്യം അങ്ങനെ ഒഴിവാക്കി ഇതില് വിട്ടു. ഫസ്റ്റ് 1 vs 50 കാര്യം. ഫസ്റ്റ് 8 കിട്ടുന്നത് മീറ്റിംഗിന് ഞാനും ഉസ്മാനെ ഓർമ്മയുണ്ട്. ഞാനും നീയും ഇതേപോലെ ഒരു സ്ഥലത്ത് വണ്ടി കാർ റേസിങ് ചെയ്യുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് 1200 വാച്ചിങ് ഉണ്ടായിരുന്നത് പെട്ടെന്ന് 2500 വാച്ചിങ് ആയി. ഫുള്ള് ഇങ്ങോട്ട് ഷെയ്ക്ക് ഈഗോ ഷമീറിനെ പറ്റിച്ചു എന്നുള്ള രീതിയിൽ. അപ്പൊ എന്താ വെച്ചാ ഷമീർ ഇങ്ങനെ ഇന്റെ ലൈവ് എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. എന്റെ ലൈവ് ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ഷെയ്ക്ക് എന്നുള്ളത് എന്താ അവിടെ ടൈപ്പ് ചെയ്തിട്ട് പോവാത്തത്, നീ വേർഡ് ബ്ലോക്ക് ചെയ്തോണ്ടാ. അത് വ്യക്തമായിട്ട് അറിയണാണ്. അതിന്റെ 2 ദിവസം മുമ്പ് കോൾ ഷമീർ എന്ന് പറഞ്ഞു ഫുള്ള് സ്പാം വന്നിട്ട് ഞാൻ ഇതേമാതിരി എൻ്റെ ലൈവിൽ പറഞ്ഞു ഷമീറിന് ഒരവട്ടം വിളിച്ചു. ആദ്യം വിളിച്ചപ്പോൾ ഇതേമാതിരി എടുത്തില്ല. അപ്പോൾ എടുക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടാമത് ഇതേമാതിരി ഇങ്ങനെ സ്പാം വന്നപ്പോൾ ഞാൻ ലൈവ് എൻഡാക്കി പോയി. ആ സമയത്ത് ഇതേമാതിരി പിറ്റേന്ന് വന്നപ്പോഴും പിന്നെ ഇവൻ ആ വേർഡ് ബ്ലോക്ക് മാറ്റിയിട്ടില്ല, മനസ്സിലായോ? അഡ്മിൻ അഥവാ പിന്നെ ഇവൻ വേർഡ് ബ്ലോക്ക് മാറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് തന്നെ ബ്ലോക്ക് ആക്കി. പിന്നെ ഇതുവരെ അൺബ്ലോക്ക് ചെയ്യാൻ മറന്നു. ഓ അത് കഴിഞ്ഞ് 1 ദിവസം കഴിഞ്ഞപ്പോൾ ഇവന്റെ പേര് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവന്റെ പേര് വരും, ടൈപ്പ് ചെയ്യുമ്പം വരുന്നില്ല. അപ്പോൾ ഇവൻ പറയാ ഇതിങ്ങനെ ലൈവിൽ ഇങ്ങനെ ഇരുന്ന് കണ്ട് ഇങ്ങനെ പറയാ എന്താ പറയാ ഇതിപ്പം എന്തിനായിരിക്കും എൻ്റെ വേർഡ് ബ്ലോക്ക് ചെയ്തത്, ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു ഇന്റൻഷനലി ഹെയ്റ്റ് തരുന്നതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ സാധനം ലൈവ് കഴിഞ്ഞ് ഞാൻ അപ്പം തന്നെ ലൈവ് എൻഡാക്കി പോയി കഴിഞ്ഞിട്ട് ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ ഷമീറിനെ വിളിച്ചു കണ്ട് തരുന്നതെന്നുള്ളത് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അത് കോൺട്രവേഴ്സിയാണ്, അതിൽ എനക്കും കാര്യം ഉണ്ടായിരുന്നു, അത് നീ ചെയ്തതെന്നുണ്ടെങ്കിൽ നിനക്കും വാച്ചിങ് കിട്ടുമായിരുന്നു, അത് നല്ല പരിപാടിയാണ്, ഞാനും നീയും തെറ്റുന്നത് ഒരിക്കലും ഓഡിയൻസ് വിചാരിക്കൂല. ഇത് പറഞ്ഞറിയട്ടെ, ഞാൻ പറഞ്ഞു തൊപ്പിയാന്ന് എന്നോട് ഇത് പറഞ്ഞത് ഒരാളല്ല, എനിക്ക് ഹെയ്റ്റ് തരരുത് എന്ന് ഞാൻ അവനോട് മനഃപൂർവ്വം പറഞ്ഞു. ഇതില്ല എന്നുള്ളത് അണ്ണൻ പറയട്ടെ, അപ്പൊ ഞാൻ അതിന്റെ റെക്കോർഡ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഉണ്ടാവും, ഞാനത് തരണ്ടേ. തൊപ്പിയാണ് പറഞ്ഞത് എന്നുള്ളതിന്റെ റെക്കോർഡ് നിന്റെ ഉണ്ടാവുമല്ലോ, അതും കൂടി നീ കേൾപ്പിക്കണം. നീ കേൾപ്പിക്ക്, നീ ഇപ്പൊ കേൾപ്പിക്ക്, എല്ലാരും പെടട്ടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, മനസ്സിലായോ? ഇതിൽ പെട്ടവരെല്ലാരും പെടട്ടെ. കോൺട്രവേഴ്സിന്റെ രാജാവാണ് തൊപ്പി, മനസ്സിലായോ? ഓരാന്നൊക്കെ പറഞ്ഞത് എന്ത് ഡൗൺ ആയാലും എന്ത് ഇതായാലും ഞാൻ എന്റെ രീതിയിൽ ഞാൻ പോയിക്കോളാന്ന് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞതാണ്. പിന്നെ ഈ തീട്ടങ്ങൾക്ക് ഈ എന്റെ ഇത് നക്കിയാലേ തീരുന്നുണ്ടെങ്കിൽ ഞാൻ അതും തെറ്റല്ല ഗൈസ്. ഞാൻ പറയട്ടെ, സ്ട്രീമിങ്ങിൽ കോൺട്രവേഴ്സി ഇടലോ കോൺട്രവേഴ്സി ഇതാക്കലോ ഒന്നും തെറ്റല്ല. അതൊന്നും തെറ്റാന്ന് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയില്ല. എന്നെ തൊപ്പിയാ പഠിപ്പിച്ചത് അത് തെറ്റാന്ന് തോന്നി ഇന്നവരെ പറഞ്ഞില്ല, മനസ്സിലായി? നീ എടുത്തിടാ, അത് അതില് തൊപ്പി ഉണ്ടാവും, അതില് നീ എടുത്തിട്. നിനക്ക് അത്ര ഉറപ്പുണ്ടെ നീ എടുത്തിടാ. ഓൻ ഉപയോഗിച്ച ഷെയ്ക്കു മറ്റേ ഇവനെല്ലാം ഉപയോഗിച്ച കുറെ ട്രിക്സ് ഉണ്ടല്ലോ. ഷമീർ ഹെയ്റ്റ് തന്നു, ഷമീർ എന്തോ ചെയ്യുന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷമീറിനെ വിളിക്കണോടാ, ഷമീറിനെ വിളിച്ച് ചോദിക്കണോടാ. രണ്ടാമത്തെ കേസ്
രണ്ടാമത്തെ കേസ് എന്താന്ന് വെച്ചാൽ ഗ്യാങ് ഡയറക്റ്റ് ആരെ വിളിക്കാറിയോ? തൊപ്പീന. തൊപ്പി ഷമീർ നമ്മള് ഇങ്ങനെ ആക്കി അന്നല്ലടാ വിളിക്കണ്ട. ലീഡറാക്കി, ഷമീറിനെ ലീഡറാക്കിയിട്ട് ഇതേപോലെ ഒരു ദിവസം രാത്രി റേഡിയോയിൽ ഒരുത്തം കയറി. അന്ന് ഷമീർ ഇടയ്ക്കിടയ്ക്കേ സിറ്റി വരുള്ളൂ. ഞാനും മാക്കും ആക്റ്റീവാണ്, എന്നും ആക്റ്റീവാണ്. അപ്പം ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് ഇതേമാതിരി ഒരു ദിവസം രാത്രി ആരോ നമ്മളെ വണ്ടി കട്ടുകൊണ്ട് പോയാണ്ട് റേഡിയോ കയറിങ്ങാണ്ട് ഭയങ്കര അലമ്പാക്കൽ. അപ്പോൾ അത് നമ്മൾ ഇതേമാതിരി ആരടാ കുണ്ണെ റേഡിയോയിലൊക്കെ കയറിയെന്നൊക്കെ ചോദിച്ചാണ്ട് അവനെതിരെ ഇങ്ങനെ ഇതേമാതിരി തിരിച്ച് കുണച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇതാര നമ്മളന്ന് റേഡിയോയിൽ ആരൊക്കെയുണ്ട്, ചാർലി കുറേ പേരുണ്ട്. ഈ സാധനം റാംബോ ആ വിസിയിലുണ്ടോ? റാംബോ ആ വിസിയിലുണ്ടോ? ഒന്ന് വിളിച്ചേ, ഒന്ന് റാംബോന്റെ വിളിച്ചേ. എനിക്ക് ഐഡിയ പറഞ്ഞ ആരാന്നൊന്ന് ചോദിച്ചേ. രാത്രി 2:30 മണിക്ക് എന്റെ ലൈവും കഴിഞ്ഞ് ഇരിക്കുമ്പോ ഈ ഐഡിയ പറഞ്ഞ ആരാന്നൊന്ന് ചോദിച്ചേ. ആ റാംബോ ഉണ്ടല്ല, ചോദിക്ക്, റാംബോനോട് ചോദിക്ക്. മക്കളെ ഞാൻ വിസി വരട്ടെ, ഇത് പറഞ്ഞാള് റാംബോ ആണ് മുത്തേ, ഇത് പറഞ്ഞാള് റാംബോ ആണ് മുത്തേ. 3 മണിക്ക് എനിക്ക് ഈ ഐഡിയ പറഞ്ഞാള് റാംബോ ആണ്. എന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് ഷമീർ മിണ്ടൂല, റാംബോ മിണ്ടൂല, ഇങ്ങനെ പേടിപ്പിക്കണ, ഡൗൺ ആക്കണ, അങ്ങനെ എന്തൊക്കെയോ സംഭവമാണ്. ഇതൊന്നും ഞാൻ അറിയുന്നേ ഇല്ല കേട്ടോ. ഈ സാധനം അതൊരു നല്ല കണ്ടന്റ് ആണ്. ആ കണ്ടന്റ് ചെയ്ത് എന്നോട് പറഞ്ഞത് റാംബോ ആണ്. 3ാമത്തെ കോ-ലീഡറിനെ എടുക്കണം എന്ന് എന്നോട് പറഞ്ഞത് റാംബോ ആണ്. എല്ലാന്നുണ്ടെങ്കിൽ അവൻ പറയട്ടെ. ഷമീർ ഇതൊക്കെ ഉണ്ടോ, ഷമീർ കണ്ടി എവിടെ എന്നൊക്കെ ചോദിച്ചാണ്ട് ഒരുമാതിരി സംഭവം. അഥവാ ലീഡറിനെ കളിയാക്കി. ആ സമയത്ത് ഞാൻ ഗ്യാങ്ങിനെ ഇങ്ങോട്ട് വരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ 50 ആള് ഉള്ളിടത്തേക്ക് ഈ കണ്ടാവുമ്പോ എന്റെ കൊണയോ സംസാരവും എന്റെ ചെവിയിലേക്ക് ഞാൻ കേറ്റൂല, മനസ്സിലായോ? ഞാൻ വിളിച്ചു, ഞാൻ അതിൽ എല്ലാരോടും വരാൻ പറഞ്ഞു. റേഡിയോയിൽ കോൾ കൊടുത്തു. ലീഡറിന് അതേമാതിരി പറയുന്നുണ്ട് ഇന്ന സ്ഥലത്ത് വാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, കോഡ് സെന്റർ ആണ് തോന്നുന്നുണ്ട്. ആ 6000 ആ മേലുള്ള കറങ്ങിങ്ങാണ്ടുള്ള മേലുള്ള ഏരിയയിൽ, അതെ കോഡ് സെന്ററിലെത്തി. അവിടുന്ന് ഇതേമാതിരി ഒരു ആർപ്പി ഉണ്ട്, നിങ്ങൾക്ക് ബാക്കൊക്കെ പോയാൽ കാണാം. ഇതൊക്കെ കുറച്ച് ബാക്കിലുള്ളതാണ്, സ്റ്റാർട്ടിങ് തൊട്ടാണ്ട് കണ്ടറിയാം. അന്ന് ഇതേമാതിരി അവനായിട്ട് കൊണച്ച് അത്രയും സിറ്റുവേഷൻ സീനായി നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതേമാതിരി ഇവനെ FRP വലിച്ചിട്ടാണെങ്കിലും ഈ കുണ്ണനെ പുറത്തിരുത്തണം എന്നുള്ള രീതിയിൽ ഞാനും നല്ല രീതിക്ക് അവനെ ട്രിഗർ ചെയ്ത്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു മെസ്സേജ് വരും. ഞാൻ അപ്പോൾ ഉസ്മാനോട് ചെന്നാണ്ട് ചോദിച്ചു, ഉസ്മാനെ ഇത് നീ ചെയ്യിപ്പിച്ചതാണോ? ഉസ്മാൻ ഇല്ല ബോസേ, ഞാൻ ഇത് ചെയ്തിട്ടില്ല. അപ്പം അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഞാൻ തന്നെ ഇത് പറഞ്ഞു. ഉസ്മാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാ ഉസ്മാൻ അത് ചെയ്തിട്ടുണ്ടാവില്ല. എനിക്ക് ഇങ്ങോട്ട് വരട്ടാ, ഈ ഞാൻ അങ്ങോട്ട് പോണോ? ഇങ്ങോട്ട് വരട്ടെ. ഇവനെ കഥ പോയി കിറ്റടിച്ച് പോയി, റാംബോ കിറ്റടിച്ച് പോയി പോവും. അവിടുന്ന് അങ്ങനെ അത് കഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ 15-20 മിനിറ്റ് വിളിച്ചു ലൈവില്. സംഭവം ഉസ്മാൻ ചെയ്തതാട്ടോ. ശരിക്കും അവന്റെ അടുത്ത് POV ഉണ്ട് എന്ന് പറഞ്ഞാണ്ട് ഞാൻ അവന്റെ അടുത്ത് POV ഉണ്ട് എന്ന് പറഞ്ഞപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്മാനോട് നല്ല ദേഷ്യം. ഇവന് കണ്ട എല്ലാത്തിനും എടുത്ത് തൊപ്പീന്റെ പേരിൽ ഇവനെടുത്തുണ്ടല്ലോ. പറഞ്ഞു എന്നുള്ളതായിരുന്നു എന്റെ പ്രശ്നം. രണ്ടാമത്തത് ആ ചെക്കന് നമ്മൾ ഇന്റൻഷനലി ഇതൊരു RP ആണെന്നുണ്ടെങ്കിൽ ഇന്റൻഷനലി അങ്ങനെ ഒരു ഹെയ്റ്റ് കൊടുത്ത്, വെറുതെ ഒരു ഹെയ്റ്റ് കൊടുത്ത് നമ്മളെ ചാറ്റിലൊക്കെ അയാളെ വെറുതെ തെറി പറയായിരുന്നു. അപ്പോൾ ആ ഒരു സാധനം കൊടുത്തതിനും എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അപ്പം തന്നെ സ്പോട്ടിൽ ലൈവ് ഉണ്ടാക്കി പോയി ആ ചെക്കൻ്റെ അടുത്ത് ഇരുന്ന് VC-ന്ന് ഞാൻ ആ ക്ലിപ്പ് കണ്ടതിന് ശേഷം ഉസ്മാനെ വിളിച്ച് ഇതേമാതിരി ഉസ്മാനെ ഞാൻ ഇതേമാതിരി പറഞ്ഞ് ചീത്തയും പറഞ്ഞ് ഞാൻ ഇതേമാതിരി മാക്കിൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു ഇതേമാതിരി ഉസ്മാനൊക്കെ എന്താ പൊടി അടിച്ചിട്ടാണോ കളിച്ചതെന്നുള്ള രീതിയിൽ വരെ ഞാൻ സംസാരിച്ചു. കാരണം അന്തല്ലേ ഇതൊന്നും, നമ്മളെ ഗ്യാങ് റേഡിയോയിൽ കയറിയാണ്ടാണോ ഇങ്ങനത്തെ കുണ്ണത്തരം കാട്ടണത്, ഇങ്ങനത്തെ RP-ക്കാണോ ചെയ്യണമെന്നുള്ള രീതിയിലൊക്കെ ഞാൻ ചോദിച്ചു. ഈ സാധനം കൺവേർട്ട് ചെയ്യട്ടടാ. ഞാൻ പറയട്ടെ, എന്റെ വേണ്ട സാധനങ്ങളുണ്ട്, ഇവനെല്ലാം കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്ര ഇവനെല്ലാം കൺവേർട്ട് ചെയ്യട്ടെ, മനസ്സിലായോ? സാധനം ചെയ്യരുത്. ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പറയണം. അല്ലാതെ ഇത്രയും ആൾക്കാർ അന്ന് ഫാൽക്കൺ ഇതേപോലെ ഫാൽക്കണൊക്കെ ഉള്ള സമയം ഫാൽക്കൺ ഇതേമാതിരി മിലിറ്ററി ബേസിൽ എന്തോ ഒരു RP ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് സാൻഡിയിൽ എന്തോ RP ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തോ ഒറിജിനൽ സംഭവമാണെന്ന് എഴുതിയാണ്ട് എല്ലാവരും മെട്രോ മലയാളി അതന്നെ അവൻ തന്നെ എല്ലാവരും ഇത് ഒറിജിനൽ ആണെന്ന് കരുതിയാണ്ട് എല്ലാവരും ഇങ്ങോട്ട് വന്നു ഈ ഒരു സ്ഥലത്തേക്ക്, മനസ്സിലായോ? ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് എന്നോട് തന്നെ കമ്മിറ്റ് ചെയ്തു, എടാ ഞാൻ ചെയ്യിപ്പിച്ചതാണ്, ഉസ്മാനല്ല. അപ്പം ഞാൻ അപ്പോഴൊക്കെ വിചാരിക്കണത് ഉസ്മാനെ സേഫാക്കാൻ വേണ്ടി ഷമീർ ചെയ്തതാണെന്നാണ്. പക്ഷെ ഉസ്മാൻ പിന്നെ എൻ്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞു, ബോസേ ഞാനല്ല, ഷമീറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്നുള്ള രീതിയിൽ. ഇതാണ് രണ്ടാമത്തെ കേസ്. ഇത് കണ്ടന്റ് ഇതിനെക്കാട്ടി വലിയ കണ്ടന്റ് ആൾക്കാർ ചെയ്യുന്നുണ്ട് എല്ലാം. ഇത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഈ നിങ്ങൾ എന്തേനിപ്പോ ക്ലിപ്പ്, എടാ ഇതിപ്പോ നമ്മൾ പറയണ്ട റീസൺ വിളിക്കണോടാ, ഷമീറിനെ വിളിച്ച് ചോദിക്കണോടാ.
മനസ്സിലായോ എന്താ ഷമീറെ പ്രശ്നം എന്ന് ഷമീറിനെ ഷമീറിന് പ്രശ്നം, അതെ ഈ പ്രശ്നമല്ല, ഷമീറിനെ വിളിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഷമീറിനെ വിളിച്ച് പറഞ്ഞു കഴിച്ചു ഈ സാധനമൊക്കെ പറഞ്ഞു കൊടുത്തിനു. അതേപോലെ ഈവൻ ഗ്രൈൻഡിങ് ടാർഗറ്റ്, എന്ത് ടാർഗറ്റ് കൊടുക്കണം, ഒരു മിനിറ്റ്, ഗ്രൈൻഡിങ് ടാർഗറ്റ് എത്ര ഗ്രൈൻഡിങ് ടാർഗറ്റ് കൊടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ടായിരുന്നു. ഒരു എന്താ പറയാ, ഒരു റിക്രൂട്ട്മെന്റ് എടുക്കുമ്പം ഷമീറെ ഇന്ന ആളെയാണെന്ന് റിക്രൂട്ട് ചെയ്യുന്നത് ഇത് പറഞ്ഞു കൊടുക്കലുണ്ട്. കാരണം അതുവരെ വി സിയിലും ഇതിലൊന്നും വരാത്തോണ്ട് പിന്നെ അറിയില്ലല്ലോ. പല പ്രാവശ്യം നമ്മൾ പറയാറുണ്ട് വി സിയിലൊക്കെ വന്ന് ആക്റ്റീവ് ആവാനൊക്കെ പറയാറുണ്ട്, പക്ഷെ അറിയില്ല. അപ്പം പിന്നെ ഞാൻ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു കൊടുക്കണോ, കാരണം എന്താ അറിയോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബെറ്റർ ആവും, ഞാൻ ബെറ്റർ ലീഡർ ആവും, ഇങ്ങോട്ടേക്ക് വ്യൂവർഷിപ്പ് വരും, ഇങ്ങോട്ട് കൂടുതൽ ഫെയിം വരും. മനസ്സിലായോ? അതുകൊണ്ട് ഇതൊന്നും പറയൂല. എന്നോട് വിളിച്ചിട്ട് എന്താ പറയുന്നത്, ഷമീർ നീ അങ്ങോട്ട് നിന്നാൽ മതി, കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചോളാം, കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഇതായിട്ടായിരിക്കും ഞാൻ സംസാരിക്കുക, അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞോളാം. ഇതാണ് ഇവൻ എന്നോട് പറയല്. എന്നിട്ട് എന്താ അന്നെ അവിടെ കൊണ്ടുപോയിട്ട് അന്നൊരു ഡമ്മി ആയിട്ട് അവിടെ വെറുതെ അങ്ങ് നിർത്തിക്കും. അന്നെ ഒരു വെറുതെ അവിടെ ഡമ്മി ആയി നിർത്തിച്ചിട്ട് ഇവനെല്ലാം അറിയുന്ന ആൾ, ഇവൻ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം ഞാൻ തന്നെ എന്തിക്കും, ഇവൻ നേരത്തെ കോളിൽ ഇങ്ങനെ അല്ലല്ലോ ഇവൻ പറഞ്ഞത്, ഇവൻ പറയുന്ന കാര്യങ്ങൾ 2 വാക്ക് അങ്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കിത് അങ്ങനെ തന്നെയല്ലേ ഞാൻ പഠിച്ചു വരാം, അങ്ങനെ ഞാൻ ചിന്തിക്കും. മനസ്സിലായി? ഇത് പക്ഷെ എന്നോട് പറയൂല, എന്നോട് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് അത് അങ്ങനെ എഴുതാൽ മതി, അത് എന്നിട്ട് ഇങ്ങനെ എഴുതാൽ മതി. ഷമീറിനൊന്നും അറിയാത്തോണ്ടാന്ന് കേസ്, ഷമീറിനടാ ഒന്നും അറിയാത്തവനെ ആക്കിയതാടാ നീ. മനസ്സിലായോ? നിങ്ങൾക്ക് ആളാകാൻ വേണ്ടി നീ ഷമീറിനൊന്നും അറിയാത്തവനെ ആക്കിയതാണ്. പാന് വരെ മാറ്റി കൊടുത്തേക്കണേ. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ അത് ബ്രാവോ, ഹാഫിസ് ബ്രോ തുടങ്ങി സെർവറിന്റെ തല തൊട്ടപ്പന്മാരുണ്ട്, അവര് പറയട്ടെ ഈ പറയുന്ന ഷമീറിന്റെ ഇൻഡെഫിനിറ്റ് ബാന് മാറ്റി കൊടുത്തുക്കണോ ഇല്ലേ എന്നുള്ളത്. മാറ്റിയിട്ടുണ്ട്. ആ സമയത്ത് ഇവൻ എന്നെ കൊണ്ട് ഉപകാരമുണ്ട്. ആ സമയത്ത് ഇവനൊന്നുമല്ല, ഇവന് വാച്ചിങ് 200 ഇവൻ 200 അപ്പൊ ഇവൻ എന്നെ കൊണ്ട് ഉപകാരമുണ്ടല്ലോ, അപ്പൊ ഇവൻ ചെയ്യുമല്ലോ. ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതൊന്നും ലോജിക്കല്ലേ ഇതല്ലോ. അങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് ഞാൻ കരുതായിരുന്നു, പക്ഷെ അതൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല. 3-4 പെണ്ണുങ്ങളായിട്ട് ഇതേമാതിരി വൾഗറായിട്ട് ഇവന് ഈ ഉപകാരം വേണമെങ്കിൽ ഞാനവിടെ വേണം. മനസ്സിലായോ? ഇത് സാധാ ഒരു മറ്റേ എന്താ പറയാ 10 റുപ്യന്റെ സാധനം എടുത്ത് 20 റുപ്യക്ക് വിൽക്കുന്ന ഒരു മണ്ടന്, ഒരു ബിസിനസ് മാനിന് ഈ ബുദ്ധി ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്താ മന്തിക്കടയും ഇതെല്ലാം ഉള്ള ഇവന് ഈ സംഭവം അറിയില്ലേ, ഇവന് അതിന്റെ ബുദ്ധി ഉണ്ടാവുമല്ലോ. അത് ചിന്തിച്ചാ പോരടാ. എന്താ തീർന്നാ നെറ്റ് വായ, എന്നാ പിന്നെ ഒന്ന് മൂത്രം ഒഴിക്കട്ടെ. നെറ്റ് വായ, ഇതെന്ത് സംഭവം? തെര 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 വീണാനൈ വീണാനൈ. ണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എക്സ്ട്രീം ലെവൽ ഓഫ് എന്താ പറയാ OCC നമുക്ക് കൊണ്ടുവരാം. മനസ്സിലായോ? എക്സ്ട്രീം ലെവൽ നമ്മളിതൊക്കെ കൊണ്ടുവരുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഇപ്പൊ ഇന്റേതൊക്കെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ. ഇപ്പൊ ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് സർക്കിൾ ആയാണ്ട് നടന്നിരുന്ന ഒരാൾക്കാരല്ലേ. ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. ഇതിൽ നിൽക്കുന്ന ഓരോരുത്തരും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. നമ്മൾ ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നിങ്ങൾ നമ്മളെ കാണണ്ട. നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ കണ്ടാണ്ട് ഇൻഫ്ലുവൻസ് ആവും വേണ്ട, നമ്മൾ പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മളെ എന്താ പറയുക, സ്ട്രീമിൻ്റെ ടൈറ്റിൽ പോലും 18+ സ്ട്രീം എന്നുള്ള സാധനം നമ്മൾ ഇട്ടാണ്ട് സ്ട്രീം ചെയ്യുന്ന പോലും. അതുകൊണ്ട് നമ്മളെ ഇവിടുത്തെ ചാറ്റും അവിടുത്തെ ചാറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ പറയാ, ഇവിടെ ബുദ്ധിയുള്ള ആൾക്കാരാ, അവിടെ ബുദ്ധിയില്ലാത്ത ആൾക്കാരാ, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബുദ്ധിയുള്ള ആൾക്കാർ 100 ആളെ എടുത്താൽ ചിലപ്പോൾ 5 ആളെ ബുദ്ധിയുള്ള ആൾക്കാരുണ്ടാവും, ബുദ്ധി ഇല്ലാത്തവന്മാർ 95% ഉണ്ടാവും. അതൊക്കെ നോക്കാൻ ഇവിടെ എന്താ പറയാ നിയമമുണ്ട്, കോടതി ഉണ്ട്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പോലീസ് ഉണ്ട്. അതൊക്കെ അവർ ചെയ്തോളും. അല്ലാതെ ഈ പറഞ്ഞ പോലെ അതിലൊന്നും ഇടപെടാതെ വെക്കുക. അതിപ്പം ഒബ്വിയസ്ലി ഈ പറഞ്ഞ പോലെ നമ്മൾ അത്രയും ഫ്രണ്ട് സർക്കിളിൽ കുറേ കാലം നിൽക്കുമ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ വി സിയിലിരിക്കണ എന്തായാലും ഒരു 10-15 ആൾക്കാർ അത്രയും സർക്കിൾ നല്ല ബോണ്ട് സർക്കിളാണ്. ഈ ബോണ്ട് സർക്കിളിൽ നിൽക്കുമ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യം ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഈ പറയണത്. നിങ്ങളെ ഫ്രണ്ട് സർക്കിളിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഇപ്പം നിങ്ങളെ വാപ്പാനോടും ഉമ്മാനോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യൂലേ, അതേപോലത്തെ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. കുറേ എണ്ണത്തിന് ഫയൽ തപ്പാൻ വിട്ടിട്ടുണ്ട്, കുറേ എണ്ണത്തിന് മനസ്സിലാവും ഉണ്ടാവും, നമ്മളടുത്തും ഉണ്ടാവും. അപ്പൊ അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ, നമുക്ക് നിയമപരമായിട്ട് നോക്കാം. നമുക്ക് നോക്കാം ഇതിൽ ആരാണ് ഇതാണെന്നുള്ളത്. മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അത് ഭയങ്കര ചീപ്പ് പരിപാടിയാണ്. അഥവാ നിങ്ങളെ ഫ്രണ്ട്സിനെ വിശ്വസിച്ചാണ്ട് അത്രയും ഒരു എന്താ പറയാ പുറത്ത് നിങ്ങളെ ഒരു
നല്ല ടേംസിൽ നടന്നുകൊണ്ട് നിന്നിരുന്ന സമയത്തുള്ള എന്തെങ്കിലും നിങ്ങളെ പേഴ്സണൽ കാര്യമൊക്കെ നിങ്ങൾ തമ്മിലൊരു പ്രശ്നം വരുമ്പോൾ അതൊക്കെ എടുത്ത് പുറത്തിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അയാളൊക്കെ അപ്പൊ നിലവാരം നീ എന്താണെന്നുള്ളത് എടുത്തിട്ടതോടാ? അങ്ങനെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അല്ല, ഇഷ്ടം. അപ്പൊ നീയല്ല ആദ്യമായിട്ട് ഷമീർ ഹെയ്റ്റ് തന്നു പറഞ്ഞിട്ട് യൂട്യൂബിൽ ഉച്ചക്ക് ലൈവ് എടുത്തിട്ടത്. അപ്പൊ നിന്റെ നിലവാരം തന്നെയാണോ നീ പറയുന്നത്? ഇവൻ തന്നെ ഇവനെ പറയത് മനസ്സിലായി. ഇവനിപ്പോ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടല്ലോ. ഇവനാണ് ഉച്ചക്ക് ലൈവ് ഇട്ട് ഷമീർ ഹെയ്റ്റ് തന്നു എന്നൊരു കോള് പോലും ചെയ്ത് എന്നോടൊന്നും പറയാണ്ട് ഉച്ചക്ക് ലൈവ് എടുത്തിട്ട് ഷമീർ ഹെയ്റ്റ് തന്നു എന്ന് പറഞ്ഞത് ഇവനാ. അപ്പം ഈ പറഞ്ഞ നിലവാരം ഇല്ലാത്ത ചെയ്തത് നീയല്ലടാ മൊണ്ണേ. ആ ബുദ്ധിയില്ലാത്തവരെ പറ്റിക്കായിരുന്നു മതി കേട്ടോ, ബുദ്ധിയില്ലാത്തവരെ പറ്റിക്കായിരുന്നു മതി അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കുള്ളതാണെങ്കിൽ അത് ഞാൻ നേരിട്ടുണ്ട്. എനിക്കും മേലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും മേലുള്ള ആൾക്കാരാ, നീ ഒന്നും ഇതിലില്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഈ കൂടെ നടന്നിട്ട് ഊമ്പിക്കണ പരിപാടി ചെയ്യണത് ആരാണെന്നുള്ളത് മാത്രം ആലോചിക്കുക. ഏതിൽ ബെറ്റർ എന്നോ. ഞാനൊരു കാര്യം പറയാലോ, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് പറയാൻ, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഷമീറിൻ്റെ ഇപ്പം ഞാനൊരു 4 ദിവസം മുമ്പ് നിങ്ങൾ ഒരു എന്താ പറയുക RP ചെയ്തത് കണ്ടിട്ടുണ്ടാവും. 4 ദിവസം 5 ദിവസം മുമ്പ് താരൻ്റെ പേര് RP ചെയ്തത്. ആ RP ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു വോയിസ് കേൾക്കണത്. ആ വോയിസ് കേട്ടോട് കൂടി എനിക്ക് പിന്നെ ഓൻ്റെ ഒപ്പം RP ചെയ്യാനുള്ള മൂഡും പോയി. ഒരു 6 മിനിറ്റിൻ്റെയും 6 പോയിൻറ്റ് സംതിങ് ഉള്ളൊരു വോയിസ് ഞാൻ കേട്ടു. അപ്പോൾ ഇവൻ്റെ ഉദ്ദേശവും ഇവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതൊക്കെ മനസ്സിലായപ്പം ഞാൻ ക്ഷമിച്ചു കൊടുത്ത് ഒഴിവാക്കി. ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എനിക്കും മാക്കിനൊക്കെ ഇൻറ്റൻഷനലി ഹെയ്റ്റ് തന്നിട്ടും ഞങ്ങൾ ഇതേമാതിരി ഒഴിവാക്കിയിട്ട് ക്ഷമിച്ചു കൊടുത്ത് RP ചെയ്തിട്ടും അവൻ്റെ മനസ്സിൻ്റെ അകത്തുള്ള ആ സാധനം അറിഞ്ഞപ്പം അതുകൊണ്ട് തന്നെയാണ് ഇൻറ്റൻഷനലി ഇപ്പോൾ ഒരു ബ്രേക്കും ഗ്യാപ്പും ഇട്ടത്, വേണ്ട എന്ന് കരുതിയിട്ട്. മനസ്സിലായോ? റാംബോ ഒപ്പീനിയൻ എന്ന് പറഞ്ഞ സ്പാം ചെയ്യുന്ന റാംബോ, നിനക്കെന്താ പറയാനുള്ളത്? ഞാൻ കണ്ട് വീഡിയോ ഇപ്പൊ കണ്ടേ ഉള്ളൂ. ഇത് ഞാനല്ല പറയണ, മാലിക്കാണ് പറയണ്ട. ഞാനൊരു കാര്യം പറയാം ഗൈസ്. ഇവിടെ എനിക്കൊരു ചെറിയ കാര്യം. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞ, ഇപ്പം കൂടെ നിന്നിട്ട് ഇപ്പൊ ഇവരെ ഇതിന്റെ അകത്തുള്ള മാലിക്കാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു വേർഡ് പറഞ്ഞു. ഇപ്പം ചാർലി പേർ കുണ്ണാന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്തല്ലോ. ഇപ്പൊ നിങ്ങൾ പറയണെന്നുള്ളത് ഇതിന്റെ അകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാം, അതുകൊണ്ടാണ് അത് പറയണത്. പിന്നെ നമ്മൾ ഈ മെയിൻ സ്ട്രീമേഴ്സ് വന്നാണ്ട് ഇതിന്റെ അകത്ത് വന്നാണ്ട് പബ്ലിക്കലി പറയേണ്ട സംഭവങ്ങളല്ല. നമ്മൾ ഇഷ്യൊന്നുമില്ല എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും മിണ്ടാതെ പോട്ട് നേരിടാണ്ട് അങ്ങനെ. അതുകൊണ്ടായിരിക്കും 5-6 പ്രാവശ്യം ഷമീർ ഹെയ്റ്റ് എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടാവും. ഇതിന്റെ അകത്ത് നിൽക്കണ എല്ലാവർക്കും അറിയാം കാര്യങ്ങൾ. അപ്പൊ അവരെ വായിന്നത് വരും. അപ്പൊ അതൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. മനസ്സിലായോ? അവര് നിങ്ങളെ നന്ദക്ക് വിളിക്കും, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. മനസ്സിലായോ? അവർ നിങ്ങളെ നന്ദക്ക് വിളിക്കും, പക്ഷെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. മാലിക്കിനെന്താ പറയാ? മനസ്സിലായില്ല? അല്ല, ഞാൻ ഇങ്ങനെ ചില കണ്ടികളുടെ കഥകൾ ഇങ്ങനെ പറയാന്ന് വെച്ചിരുന്നാണ്. പിന്നെ മയത്തിലാക്കാൻ കുറച്ച് സൗണ്ട് ഒക്കെ നോക്കിയല്ലേ? ഞാൻ എന്താ വെച്ചാ, അല്ല ഞാനൊരു കാര്യം വേട്ടണ്ണ, ഇതിപ്പോ ഷെഡിന്ന് പറഞ്ഞതില് എനിക്ക് പേഴ്സണലി ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. വശത്തെ എനിക്ക് തോന്നൂല, അതെന്റെ പെർസ്പെക്റ്റീവ് ആണ്. ഞാനത് പറയാൻ റീസൺ ഉണ്ട്. എന്തുകൊണ്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ എന്റെ കൂടെ ഉള്ളവരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്താണെങ്കിലും അകത്താണെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടൂല വസ്തുതാര്. അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് പറയും. പിന്നെ ഞാൻ വലിയ തെറ്റ് ചെയ്ത് എന്താന്ന് പറയണ, ഷെഡിക്കണമെന്ന് പറയണമായിരുന്നു. ഷെഡിന്ന് മാത്രമേ പറഞ്ഞോളൂ. അതാണ് ഞാൻ ചെയ്ത വലിയ തെറ്റാണ് ഫസ്റ്റത്തെ കാര്യം. പിന്നെ ഞാൻ ആ സ്ട്രീമില് ഒരാളുടെ തന്തയ്ക്കോ തള്ളയ്ക്കോ ഞാൻ വിളിക്കുന്നില്ല അണ്ണാ. ഫസ്റ്റത്തെ കാര്യം ഞാൻ വിളിക്കണില്ല, എനിക്കത് താല്പര്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ അതിരുന്ന് റിയാക്ട് ചെയ്ത് അത് പറയട്ടെ. അത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം പറയപ്പോ, മാലിക്കിന്റെ അച്ഛൻ മരിച്ചതാ ഗൈസ്. അത് നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് അറിയുന്നുള്ളത് അറിയില്ല. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഭയങ്കര ശോകം പരിപാടിയാ. ഇവിടുന്ന് ഇതാണ് ഇതിന്റെയൊക്കെ പ്രശ്നം. മനസ്സിലായോ? എന്തെങ്കിലും ഒരു സാധനം അങ്ങനെ ബായി പോട്ടി നിൽക്കണോടാ മൊണ്ണെ. വെറുതെ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്ന് കൊണച്ചിട്ട് അങ്ങോട്ട് പറയുമ്പം അതില്ല അതില്ല അങ്ങനെ ഇങ്ങനെ ആയിരുന്നോ സെന്റിമെന്റ്സ് മുമ്പുന്നോ പരിപാടിയാ. മനസ്സിലായോ? അതെ, ഈ കമ്മ്യൂണിറ്റിയില് അണ്ണ അത് പോട്ടെ കഴിഞ്ഞ കാര്യങ്ങള് ഞാൻ പറയണെന്ന് വെച്ചാൽ, ഈ കമ്മ്യൂണിറ്റിയുടെ കുഴപ്പം എന്ന് പറയില്ല. ഈ കമ്മ്യൂണിറ്റി ആകുമ്പോൾ മോക്കിംഗ് ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രവേഴ്സി ഉണ്ടാവും.
കാര്യങ്ങളൊക്കെ പറയലും പ്രവർത്തിക്കലും ഒക്കെ ഉണ്ടാവും. അത് ഈ എന്നെ സെന്റ് മോഡ് കമ്മ്യൂണിറ്റിയാണ്. മാലിക്കിനെ ഞാൻ വെളുപ്പിക്കല് ചെഡ്ഡിന്ന് വിക്ടിംഗ് മാത്രമേ ഞാൻ കാർഡ് പറഞ്ഞിട്ടുള്ളൂ. എല്ലാ അത് പരിപാടിയും തന്നെ ഇത്രയും ഉണ്ടാവും. കൊള്ളണമെങ്കിൽ ഓൻ ഒരു ഷെഡിക്കണ്ണനായിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. ആ അപ്പൊ തൊപ്പിയും ഓനതാണെന്ന് അവൻ തന്നെ ഷെഡിക്കണ്ണനാണ് തെളിയിച്ചു. അവൻ മമ്മുവാണ്. അതിന് നീ റെസ്പോണ്ടിബിലിറ്റി അത് മൊട്ട ഓന്റെ മൊട്ട കീഴടാ നീ കേസിനൊന്നും എടുത്ത് നിക്കുന്നതാടാ ഇത്രയും മൈരി, വലിയ അതിനൊന്നും എനിക്ക് പ്രശ്നം ഇതുണ്ടാവൂല. ഉണ്ടാക്കേണ്ട കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇല്ല. പിന്നെ ഞാൻ ഓന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഞാൻ വിളിച്ചിട്ടില്ല. എനിക്ക് അതിന്റെ ഉം. താല്പര്യമില്ല. കണ്ണി കണ്ട കൂത്തിച്ച് മക്കൾക്ക് ഉണ്ടായവരെ വിളിക്കണമെങ്കിൽ താല്പര്യമില്ല. പക്ഷെ കൂത്തിച്ച് മക്കള് പിന്നെ ഉണ്ടായത് നിന്റെ എന്റെ തള്ളടാ തന്തയ്ക്ക് പൂറി വിളിച്ചാൽ മോനെ. ഞാൻ തിരിച്ചു വിളിക്കും. ആ ഞാൻ തിരിച്ചു വിളിക്കും. എനിക്കിങ്ങനെ ഇവന്റെ വ്യൂവർഷിപ്പ്, അയ്യോ അവന് 14,000 അയ്യോ പേര് അവനെ കാണുന്നുണ്ട്, അയ്യോ എനിക്ക് പേടി, എന്റെ വീട്ടിൽ കയറി തല്ലും അണ്ണാ കുണ്ണാന്ന് എന്നുള്ള വിളിച്ച് നീയെല്ലാം റേഞ്ച് ബാക്കിൽ നടക്കലുണ്ടല്ലോടാ ഇതെല്ലാം മനസ്സിലായല്ലോ. കണ്ടിട്ട്. ഞാൻ ഇതൊക്കെ എപ്പോഴും പറഞ്ഞു പോയപ്പോ നീ എനിക്ക് എല്ലാം കുണ്ണാന്ന് ഒരു വിളിക്കുന്നുണ്ടെങ്കിൽ പൂരി അതെന്താ നിന്റെ മനസ്സിലായോ? സംസ്കാരം നീടെ ആൾക്കാർക്ക് പിന്നെ മനസ്സിലായി കേട്ടാ. പിന്നെ എന്റെ എന്റെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓൻ ഉമ്മാനൊക്കെ എന്റെ വിളിച്ച തന്തയ്ക്ക് പന്ന വിളിച്ചത് പൂറി എനിക്കറിയാം. മോനെ, ഞാൻ ഫസ്റ്റ് അതിന്റെ ഓഫ് ഓൾ തള്ളക്ക് ഇന്നേവരെ ഞാൻ ഫസ്റ്റ് വിളിച്ചില്ല. മെയിൻ കാര്യം ഈ കേട്ടറാ പൂറി പഠിച്ചെടുത്ത മോനെ, നിന്റെ തൊലയാടി തള്ളക്ക് ഞാൻ റിപ്ലൈ വിളിച്ചില്ല. കൊടുക്കണം എനിക്ക് എന്നെ വിളിക്കാൻ പറയണം ഫസ്റ്റ് അറിയാത്തോണ്ടല്ലേ കാര്യം. അതിന്റെ തള്ളക്ക് വിളിക്കാണ്ടെന്ന്. സത്യം പറയല്ലോ ജയിക്ക. കൂത്തിച്ച മക്കൾക്ക് ജനിച്ചത് സത്യം നിന്റെ കാര്യം. എന്റെ പൊന്നെ മോനെ എനിക്ക് വിളിക്കാൻ ഞാൻ അറിയാത്തോണ്ടല്ല. ഇവനെ എന്താണ് റീച്ചിന് വേണ്ടിയിട്ടാണ് ഇത്ര ഇവരെ അവരാധിക്കുന്നത്. ലൈവ് പോലും ഇടാറില്ല. ലൈവ് നിർത്തി. എടാ ഞാൻ ലൈവ് ഒറ്റക്ക് നിർത്തി ഒറ്റക്ക് 2 മാസമാണ് സംസാരിക്കാണ്ട് പുതിയ മോനെ. അങ്ങനെ നിനക്ക് റീച്ച് സംസാരിക്കണം ഉണ്ടാക്കണം, മയിരെ. നിന്റെ ഒപ്പം നടക്കേണ്ട ആവശ്യമില്ല കുണ്ണ. നീ അത് മനസ്സിലാക്കി. നീ ഒരു തീർത്തോ തള്ളക്ക് തീർത്തോ വിളിച്ചാൽ മനസ്സിലായോ? കലിപ്പാവോന്ന് പേടിച്ചു. അവന് ആ പട്ടി വെറും പട്ടി അപരാധി മോനാണ്. അവനെ താങ്ങി നിൽക്കേണ്ട ഗതിയോടുന്ന എനിക്ക് പൊന്നു ഷമീറ. പിന്നെ നിന്നെ ഇക്കാന്ന് വിളിച്ചു എന്ന് എപ്പോഴാണ് കുണ്ണ നിന്നെ ഇക്കാന്ന് വിളിച്ചത്? ഞാൻ എന്ത് വിളിക്കണം എന്ന് അറിയാത്തോണ്ട് ലീഡറേന്ന് വിളിച്ചേർന്ന നിന്നെ പൊലയാടി മോനെ. അല്ലെങ്കിൽ നിന്റെ തന്തയ്ക്ക് കയറി വിളിച്ചല്ലേ ഫസ്റ്റ് ഞാൻ കുണ്ണെ. ഞാൻ ഇന്നേ വരെ നിന്നെ അപരാധിക്കാൻ ഞാൻ ഒന്നിനും വന്നിട്ടില്ല. പൊലയാടി മോനെ നീ എന്റെ തന്തയ്ക്കും വിളിച്ചിട്ട് എടാ നീ അവിടെ ഒരു ഇവനല്ലടാ മാസ് ആദ്യം എന്നെ നിനക്ക് ആകെ ഷഡ്ഡി എന്ന് 2 തെറി പറഞ്ഞത്. പറഞ്ഞിട്ട് ഈ എന്നിട്ടിപ്പം മാസടിക്കാനുള്ള ഞാൻ പോണാണെങ്കിൽ തെറ്റുകാരൻ. കുത്തിച്ചു അവനെ നിർത്തിക്കോ. കേട്ടല്ലോ. ഉം. എനിക്കിതിനെ പൊന്നു ചെയ്യിക്ക ഈ കൂതിക്കണ്ണനൊന്നും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ലട്ടാ. ഷെഡിക്കണ്ണൻ അറിഞ്ഞിട്ട പേരാണ്. ബിഗ് താങ്ക്സ് ടു ഈഗിൾ. സത്യം ഷെഡിക്കണ്ണൻ. ഓരോ പൂറി മോനൊക്കെ വന്നിട്ട് എന്റെ തന്തയ്ക്ക് ഇരുന്ന് വിളിച്ചിട്ട് അവൻ വെറുതെ ഇരിക്കണമെന്ന് വിചാരിക്കണ്ട. എന്തായാലും നീ എന്തായാലും നിനക്ക് ലൈവിൽ നിന്ന് നീ ആരാധിച്ചു. നീ എന്താ വെച്ചാ പറഞ്ഞ കുണ്ണ. ഞാനും പറയും എനിക്കും തൊള്ളുണ്ട്. മനസ്സിലായ? നീ പറയടാ എനിക്കും കുണ്ണെ, തൊള്ളുണ്ട്, എനിക്കും കാര്യങ്ങളുണ്ട്. നീ പറയടാ നീ കുണ്ണെ, നിന്റെ നിനക്ക് എന്താ പറയാനുള്ള തന്തയില്ലാത്ത വെച്ചാ നീ പറ. തള്ളയില്ലാത്ത സ്വഭാവം നീ ഇവിടെ കാണിക്കില്ല. മനസ്സിലായ? നീ ഇരുന്ന് ലൈവിൽ അത് നീ കാണിച്ചു, വാട്ടിരുന്ന് മുമ്പ് അത് നീ ഇപ്പൊ തള്ളയോളി കേട്ടാ. കാണിച്ചു ഓൾറെഡി. മുമ്പ് നീ വാച്ച് പാർട്ടിയാണോ അവിടെ? പിന്നെ അത് വാച്ച് ഇരുന്ന് ചേട്ടാ അവന് കുറച്ച് വ്യൂസ്. അതിന്റെ പൊന്ന് ഷെയ്ക്ക 1000 വ്യൂസ് ഉണ്ടായിരുന്ന തായോളിക്ക് എന്നെ അവരാഴ്ചന് ശേഷം 2500 വ്യൂസാ. പുണ്ടച്ചി മോനെ നീ ഓർത്ത് വെച്ചോ. നിനക്ക് ഞാൻ തരുന്ന ഗിഫ്റ്റ് ആണ് കുണ്ണ. നീ എന്നെ വിറ്റ് പൈസ ഉണ്ടാക്കടാ. നീ എന്നെ വിറ്റ് പൈസ നീ അത് വെച്ച് കഞ്ഞി വെച്ച് നീ ആർക്കാന്ന് വെച്ചാൽ കൊടുക്കും. വേറെ തള്ളയോളി അങ്ങനത്തെ കോൺട്രവേഴ്സി കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് 1 by 1 വേറെ കാര്യങ്ങൾ പറയേണ്ടി വരുവേ. പിന്നെ ഷമീറ കുണ്ണ് എന്റെ കൂടെ ഉള്ളവരെ പറഞ്ഞ് ഇനി അവരാധിക്കുന്നില്ല. പട്ടിപ്പൂരുവനെ കേട്ടല്ലോ. കേട്ടോ എനിക്ക് ഒരു തള്ളയോളി കുണ്ണനെ പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഒരു കുണ്ണനെ പേടിക്കില്ല. തള്ളയോളി കേട്ടോ. നീ ഓർത്തോ കഴിച്ചൊറ്റ വിളിപ്പിക്കണ്ട. അത് എനക്കടാ പൂറി മോനെ. പോ, പോ, തള്ള പോ. ശരിയാവില്ല. നീ ഒന്നുകൂടെ സ്റ്റാർട്ട് അവന്റെ ലൈവ് നിർത്തി MRC കോട്ടയം ടീമിൽ കയറി തുടങ്ങണം. എവിടെന്നോ വന്ന കുണ്ണന്റെ പൊലയാടി പോലെ ഞാൻ നിന്നതിന്റെ ഒരു അംശം പോലും നീ ഗ്യാങ്ങിന് വേണ്ടി നിന്നിട്ടില്ല. മനസ്സിലായ? GTA ഗ്യാങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പുറത്തത്തെ കാര്യം എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ എന്റെ ഗ്യാങ്ങിന് വേണ്ടിയിട്ട് നിന്ന പോലെ നീ ഒരു അംശം പോലും നിന്നിട്ടില്ലടാ കൂത്തിച്ചി മോനെ. കേട്ടോ? നീ മനസ്സിലായിക്കോ കേട്ടോ. നീ ഇരുന്ന് അപരാധിക്കും. നീ അത് സ്വയം ആരാന്ന് കൂടി ചിന്തിക്കുക. നീ ഇരുന്ന് വലിയ കുണ്ണടിക്കുന്നുണ്ടല്ലോ. നിനക്ക് വലിയ നേടിയ പോലെ നീ ആക്കുന്നുണ്ടല്ലോ. ഞാനൊന്നും നേടിച്ചൊന്നുമില്ല. ഞാൻ ശരിയാണ്. പക്ഷെ നീ എന്താ പറയാ ഗെയിം സെൻസ് പോലും ഇല്ലാത്ത കുണ്ണ നീ എന്നെ ഇരുന്ന് അവരാധിക്കണം കൂതി മോനെ. അല്ല അവന് 7 കൊല്ലം കളിക്കണ എന്നെ ഇരുന്നിട്ട് അവൻ പറയും ഇന്നലെ വന്ന കുണ്ണാന്ന്. പൊലയാടി മോനെ 7 കൊല്ലായി കുണ്ണ ഞാൻ ഇവിടെ കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട്. നീ എന്നെ വന്നത് ആയോളി. ഇനിയിപ്പോ ഞാൻ പോയിട്ട് ആ തായോട് ലൈവ് ഒന്നും കാണില്ല. ഞാൻ അവന് അന്നാളത്തെ ഇഷ്യൂ വന്നപ്പോഴേ ഞാൻ സബ് ചെയ്ത് പോയതാ. മതി 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 മതി. എടാ എല്ലാരുടെ അടുത്തും കൂടെ വേണേ കേട്ടോ. KVM മാലിക് അല്ല കൈസ്, ഇത് അട്ടപ്പാടി മാലിക്. കാലിക്ക് സിറ്റിക്ക് അകത്ത് കൊണക്കാത്തത് ബാങ്ക് കിട്ടുന്ന എഴുതിട്ടാ. അതുകൊണ്ടാണ് മുണ്ടാതെക്കുന്നത്. മനസ്സിലായ? ഇവന്മാരുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള സ്വഭാവം ഇത് തന്നെയാണ്. ഈ പറഞ്ഞ ഇപ്പൊ സംസാരിച്ച കുണ്ണയിലുണ്ടോ ഒരു തന്തി നള്ളി ഇല്ലാണ്ട് പേച്ച് പറ്റ ഒരു പൂറി മോനുണ്ടല്ലോ. അപ്പൊ ഈ പൂറി മോന്റെ സ്വഭാവം തന്നെയാണ് ഇതിൽ കളിക്കുന്ന എല്ലാവർക്കും ഉള്ളത്. ഇപ്പൊ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായല്ലോ ഇവന് എങ്ങനെ തന്തയും തള്ളി ഇല്ലാണ്ടായതെന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. ഇവന്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെ ആയിരിക്കും ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. ഇട്ടിട്ട് പോകും. കാരണം എന്താ ഈ പറഞ്ഞ തന്തനെല്ലാം കയറി ഇങ്ങനെ ആയിരിക്കും വിളിക്കുന്നത്. തള്ളനെയും കയറി ഇങ്ങനെ തന്നെ ആയിരിക്കും വിളിക്കുന്നുണ്ടാവും ഇവൻ. കാരണം ഇവന്റെ സ്വഭാവം അതാ. അതിപ്പം മനസ്സിലായല്ലോ ഇവന്റെ സ്വഭാവം എന്താ. ഇങ്ങോട്ട് തന്നെ ഇതും പറഞ്ഞിട്ട് അതിന് ഞാൻ തിരിച്ചു പറഞ്ഞതിന് കണ്ണാ കൊണ്ടാ വന്നിട്ട് ഇങ്ങോട്ട് കൊണക്കാനോ. നിനക്കല്ല ഞാൻ തരാം. നിന്റെ ഉപ്പാൻ്റെ ഉപ്പാക്ക് ഞാൻ തരുന്നുണ്ട്. മനസ്സിലാ? അത് നാളെ അത് മോൻ വാങ്ങ്. അത് നിനക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം നിനക്കൊന്നും ഇത് നോക്കേണ്ട ആവശ്യമില്ല. നിനക്കല്ല ഈ പറഞ്ഞ പോലെ ഗെയിം കളിക്കുക ഊമ്പാന്നല്ലാണ്ട് ഇതിൻ്റെ അപ്പുറത്തോട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ട് അതിന് ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്നെല്ലാം വേണം. മനസ്സിലാവും? അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഊമ്പിക്കുന്ന പരിപാടി അത് നിങ്ങളെല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് എനിക്ക് അതിൽ യാതൊരു കുഴപ്പമില്ല. പിന്നെ ആലോചിക്കണം ഞാൻ ഒറ്റയ്ക്കാ, നിങ്ങൾ ഇത്രയും ആൾക്കാരുണ്ട്. അതും കൂടി ഒന്ന് ആലോചിച്ചാൽ മതി. അറിയാത്ത
ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ട്. അതൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അണ്ണ അവിടെ അവിടെ പോയി എന്ത് ചെയ്യുന്നു നോക്കണ്ട അണ്ണ. അവിടെ ഇരുന്ന് ഒന്നല്ലെങ്കിൽ എന്നെ പറഞ്ഞോണ്ടിരിക്കണായിരിക്കും തമ്പരതായോടി. ആ വിട്. ഇത് വീടണ്ണ ഈ മൊട്ട കേസൊക്കെ വീടണ്ണ ഈ തീട്ട കൂണക്കൊക്കെ വേണ്ടി പിന്നെ എന്തിനാണ് നീ എല്ലാം കൂട്ടിയിരുന്ന് ഊമ്പതടാ മയിലേ? മതി മതി മതി. നീ സൈലന്റ് ആവും. മാലി സത്യം അതാ ഞാന് അതാ അതാ ഒരു കാര്യം കൂടി. സംസാരിക്കാത്ത ഒറ്റ കാര്യം കൂടി. പറഞ്ഞില്ല നിർത്താനായിട്ട് മതി. മാലിക്ക് തെറിയല്ലാതെ കാര്യം പറയാണ്ടേ പറഞ്ഞോ. അല്ലല്ല വെറുതെ മതി, മതി, മാലിക്ക്, വിളിച്ചോണ്ടാണ്. ഞാൻ പറഞ്ഞേക്ക് ഉം. ഞാൻ കാര്യമില്ലാതെ പറയൂലെന്ന് അറിയാലോ. മതി മതി മതി. മതി. കേട്ടോ, മതി എന്ന് പറയുമ്പോ ഇവനവിടെ അടക്കണം. അത് ഓനറിയാം, റാംബോക്ക് അറിയാം അതെന്താ കാര്യം എന്നുള്ളത്. ഈ കണ്ട കുണ്ണകൾക്ക് ഇതൊന്നും അറിയും ചെയ്യില്ല, ഇവർക്കൊന്നും ഇത് അറിയും വേണ്ട. ഇവർക്കെല്ലാം വന്ന് വെറുതെ വന്ന് കൊണച്ചാ മതി. മാസായിരിക്കും ഇവന്റെ മാസായിരിക്കും ഇത്. ഓനടിക്കട്ടോ അവന്റെ വീട്ടിലെ മാസം. അത് പറ. ഈ കള്ള കേസ് എന്റെ തലയിടല്ലേ, ഞാൻ കോടതി പോകും. ഏത് കള്ളക്കേസോ? എടാ കുണ്ണെ, ആ സെർവർ ഡംപ് ചെയ്ത് അതിന്ന് പ്രത്യേകിച്ച് MRCന്റെ അസറ്റ് തീർന്നോ? ഇതാക്കിയതിന് തീർന്നോ? എന്റെ ക്യാഷ് ഗ്യാങ് ഹൗസ് പണിയിപ്പിക്കാനും അതേപോലെ തീർന്നോ? കേസ് തീർന്നോ? വണ്ടി പണിയിപ്പിക്കാനും ഇതാക്കിയതിന്റെ പൈസ എപ്പ തരും? സംഭവം ശരിയാണ്, നമുക്ക് ഗ്യാങ് ഹൗസ് പണിയാൻ തന്നില്ല തീർന്നോ? കസ്റ്റമേഴ്സിന്.